بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له ولي الصالحين، وأشهد أن محمدا عبده ورسوله إمام المتقين وسيد الأنبياء والمرسلين، صلى الله عليه وعلى آله وأصحابه وأتباعه ومن تبعهم بإحسان إلى يوم الدين. أما بعد. സഹോദരങ്ങളെ, അർബഅൻ നബവിയിലെ 35-ാമത്തെ ഹദീസാണ് നമുക്കിന്ന് മനസ്സിലാക്കാനുള്ളത്. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഹാസദു വലാ തനാജഷു വലാ തബാഗദു വലാ തദാബറു വലാ യബിഅ ബഅദുകും അലാ ബൈഇ ബഅദ് വകൂനു ഇബാദല്ലാഹി ഇഖ്വാന. المسلم أخو المسلم لا يظلمه ولا يخذله ولا يكذبه ولا يحقره. التقوى ها هنا. يشير إلى صدره 3 مرات. بحسب امرئ من الشر أن يحقر أخاه المسلم. كل المسلم على المسلم حرام دمه وماله وعرضه. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിച്ച വളരെ പ്രശസ്തമായ ഒരു ഹദീസാണ്. ഈ ഹദീസ് വളരെ വിശാലമായ ആശയങ്ങളുള്ള ഒന്നാണ്. നമ്മൾ പറഞ്ഞു, അർബഅൻ നബവിയിലെ ഓരോ ഹദീസും അങ്ങനെയാണ്. പ്രത്യേകിച്ച് മുസ്ലിമീങ്ങൾ തമ്മിലുള്ള ബന്ധം അത് ഏറ്റവും മനോഹരമാക്കാൻ ഈ ഹദീസിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കിയാൽ മതിയാകും. നമുക്കറിയാം, ദീൻ എന്ന് പറയുന്നത്, ഇസ്ലാം എന്ന് പറയുന്നത് 2 ഹക്കുകൾ, 2 തരത്തിലുള്ള ബാധ്യതകൾ നിറവേറ്റുന്നതിലാണ് ദീൻ നിലനിൽക്കുന്നത്. അതിനുവേണ്ടിയാണ് ദീൻ അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചിരിക്കുന്നത്. അല്ലാഹുവിൻ്റെ ഹക്ക്, അവൻ്റെ സൃഷ്ടികളോടുള്ള ഹക്ക്. അതിൽ സൃഷ്ടികളോടുള്ള ഹക്ക് അതിലേറ്റവും പ്രധാനമാണ് മറ്റുള്ള മുസ്ലിമീങ്ങളോട്, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന മുവഹിദുകളോട് നമുക്കുള്ള ബാധ്യതകൾ. അങ്ങനെ സൃഷ്ടികളോടുള്ള, പ്രത്യേകിച്ച് മുസ്ലിമീങ്ങളോടുള്ള ഹക്കുകൾ അത് പഠിപ്പിക്കുന്ന ഒരു ഹദീസാണിത്. ഈ ഹദീസ് ഒരാൾ നടപ്പിലാക്കിയാൽ, അമൽ ചെയ്താൽ, അവിടെ സമാധാനവും സന്തോഷവും ഉണ്ടാകും. അത് 2 സുഹൃത്തുക്കൾ തമ്മിലാണെങ്കിൽ അവർക്കിടയിലുള്ള ബന്ധം ഏറ്റവും മനോഹരമായിരിക്കും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലാണെങ്കിൽ അവർക്കിടയിൽ ഏറ്റവും നല്ല ഭാര്യയും ഭർത്താവുമായിരിക്കും അവർ. കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ഒരു മസ്ജിദിലാണെങ്കിലും ഒരു സ്ഥാപനത്തിലാണെങ്കിലും ബിസിനസ് നടത്തുന്ന പാർട്ട്ണർമാർക്കിടയിലാണെങ്കിലും എവിടെയാണോ ഈ ഹദീസിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ളത് അവിടെ അതിൻ്റെ ഫലം കാണാൻ സാധിക്കും. അത് ഈ ഹദീസിലെ ഓരോ ഉപദേശങ്ങളും വിശദമായി മനസ്സിലാക്കിയാൽ നമുക്ക് വ്യക്തമാകും. 10 ഉപദേശങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ നൽകുന്നത്. ഒന്നാമത്തെ കാര്യം, ലാ തഹാസദു, നിങ്ങൾ പരസ്പരം അസൂയ കാണിക്കരുത്, ഹസദ് കാണിക്കരുത്. എന്താണ് അസൂയ എന്ന് പറഞ്ഞാൽ, ഹസദ് എന്ന് പറഞ്ഞാൽ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് നൽകിയ ഒരു നിഅമത്ത് നീങ്ങിപ്പോകാൻ ആഗ്രഹിക്കുക. തമന്നി സവാലി നിഅമത്തില്ലാഹി അലാ ഗൈരിഹി. നമ്മളല്ലാത്ത മറ്റൊരാൾക്ക് അല്ലാഹു കൊടുത്ത ഒരു നിഅമത്ത് അത് അവിടെ നിന്ന് നീങ്ങണം, നഷ്ടപ്പെടണം. നമുക്ക് കിട്ടണമെന്നില്ല, അവനത് നഷ്ടപ്പെടണം എന്നാഗ്രഹിക്കുക. അതാണ് ഹസദ് എന്ന് പറയുന്നത്. ഇത് മനുഷ്യന്റെ പ്രകൃതത്തിലുള്ളതാണ് ഹസദ് എന്ന് പറയുന്നത്. കാരണം മനുഷ്യന്റെ അടിസ്ഥാനപരമായ ഒരു സ്വഭാവമാണ് തന്നെക്കാൾ ഒരാൾ നന്നാകുന്നത്, തന്നെ ഒരാൾ തോൽപ്പിക്കുന്നത് മനുഷ്യന് ഇഷ്ടപ്പെടുകയില്ല. ഇതാണ് മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവം. അതുകൊണ്ട് നമുക്കറിയാം, ഒരു ഹദീസിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഏറ്റവും അർത്ഥവത്തായ പേരുകൾ മനുഷ്യർക്ക് മാതാപിതാക്കൾ പേരിടുന്നതിൽ വെച്ച് ഏറ്റവും അർത്ഥമുള്ള പേര് ഹാരിസുൻ ഹമ്മാം. അതിൽ ഹമ്മാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉയർന്ന ലക്ഷ്യബോധമുള്ളവൻ. എപ്പോഴും അവൻ പുരോഗമിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. എന്തു നേടിയാലും മതിയാവുകയില്ല. ഇത് മനുഷ്യന്റെ സ്വഭാവമാണ്. അത് നല്ലതാണ്. ഈ സ്വഭാവം ഉള്ളത് കൊണ്ടാണ് അസൂയ ഉണ്ടാകുന്നത്. പക്ഷെ അസൂയ നല്ലതല്ല. ഈ സ്വഭാവം പരിധി വിടുന്നതിനാണ് അസൂയ എന്ന് പറയുന്നത്. അത് എല്ലാ മനുഷ്യർക്കും ഉണ്ടാകും. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അതുപോലെ പല പണ്ഡിതന്മാരും പറഞ്ഞതായി കാണാം, മാ ഖല ജസദുൻ മിൻ ഹസദ്. അസൂയയില്ലാത്ത ഒരാളുമില്ല. വലാകിന്നൽ കരീമ യുഖ്ഫീഹി. പക്ഷെ മാന്യന്മാരെന്ത് ചെയ്യും? അത് മറച്ചു വെക്കും. വൽ ലഈമ യുബ്ദീഹി. മാന്യനല്ലാത്തവൻ അത് പുറത്ത് കാണിക്കും, അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കും. അപ്പൊ അസൂയ ഉണ്ടാവുക, മനസ്സിലത് തോന്നുക എന്നുള്ളത് സ്വാഭാവികമാണ്. എന്നാൽ ഒരു മുഅ്മിൻ എന്താണ് ചെയ്യേണ്ടത്? അത് ഇല്ലാതെയാക്കാൻ ശ്രമിക്കണം.
അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാതെ സ്വയം നിയന്ത്രിക്കണം. ഒരാൾക്ക് അള്ളാഹു നിഅമത്ത് ചെയ്തു, അപ്പൊ അത് നീങ്ങിപ്പോകാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുക. അത് ഒരു മുഅ്മിന്റെ ഭാഗത്തുനിന്നുണ്ടാവാൻ പാടില്ല. അതുപോലെ തന്റെ മനസ്സിൽ തോന്നിയ ആ തോന്നൽ, അവനതില്ലായിരുന്നെങ്കിൽ, അവനത് നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ എന്നുള്ള ആ ആഗ്രഹം മാറ്റിയെടുക്കാൻ ശ്രമിക്കണം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ലാ തഹാസദ്. വളരെ മോശമായൊരു സ്വഭാവമാണ് ഹസദ് എന്ന് പറയുന്നത്. അത് നിയന്ത്രിക്കാതെ ആ ഹസദ് അങ്ങനെ അയച്ചുവിടുക എന്നുള്ളത് അത് വളരെ മോശം സ്വഭാവമാണ്. നമുക്കറിയാം ഇബ്ലീസിന്റെ സ്വഭാവമാണ് ഹസദ്. ആദ്യമായി അള്ളാഹുവിന് ഒരു മാസിയത്ത് ഈ പ്രപഞ്ചത്തിൽ സംഭവിച്ചത് അസൂയ കൊണ്ടാണ്. ഇബ്ലീസ് ചെയ്ത ആ പ്രവൃത്തി, സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ സുജൂദ് ചെയ്തില്ല. കാരണം എന്താണ്? ആദമിനോടുള്ള ഹസദ്. അള്ളാഹു ആദമിനെ തന്നെക്കാൾ ഉയർത്തിയിരിക്കുന്നു, അവന് തന്നെക്കാൾ സ്ഥാനം കൊടുത്തിരിക്കുന്നു. അത് ഇബ്ലീസിന് ഇഷ്ടപ്പെട്ടില്ല. അതുപോലെ തന്നെ ഈ അസൂയ ഒരാളുണ്ടായാൽ, അത് നിയന്ത്രിക്കാതിരുന്നാൽ അവൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുക. അവന്റെ മനസ്സിൽ എപ്പോഴും പ്രയാസമായിരിക്കും. ആർക്കാണോ ഈ അനുഗ്രഹം കിട്ടിയത്, ആരോടാണോ നമുക്ക് അസൂയ തോന്നിയത്, അവനെക്കുറിച്ചുള്ള ചിന്തയായിരിക്കും ഏത് സമയവും. അതുപോലെ തന്നെ അവന്റെ ദീൻ നഷ്ടപ്പെടും. ഇങ്ങനെ എല്ലാ നിലക്കും ആ വ്യക്തിക്ക് അതുകൊണ്ട് നഷ്ടമാണ് ഉണ്ടാവുക. മാത്രമല്ല അവന്റെ സൽക്കർമ്മങ്ങൾ പൊളിഞ്ഞു പോകും. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, ഇന്നൽ ഹസദ യഅകുലുൽ ഹസനാതി കമാ തഅകുലുൻ നാറുൽ ഹതബ്. തീ വിറകിനെ തിന്നുന്നത് പോലെ, തീയിൽ വിറകിട്ടാൽ ആ വിറക് പിന്നെ ബാക്കി ഉണ്ടാവും. അതുപോലെ ഹസനാത്തുകൾ, പുണ്യങ്ങൾ നശിച്ചു പോകും അസൂയ ഒരാളിലുണ്ടായാൽ എന്ന്. അപ്പോൾ അതില്ലാതെയാക്കാൻ പരിശ്രമിക്കുക. അതുപോലെ തന്നെ അസൂയ തോന്നുന്ന ഒരു മേഖലയാണ് ഇൽമ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു അസൂയ എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും എനിക്ക് അസൂയയില്ല എന്ന് ഓരോരുത്തർക്കും ചിലപ്പോൾ തോന്നാം. യഥാർത്ഥത്തിൽ അസൂയയുടെ രൂപം മാറുമെന്ന് മാത്രമേ ഉള്ളൂ. ചെറിയ കുട്ടികൾക്ക് അസൂയ തോന്നുന്ന കാര്യമായിരിക്കില്ല മുതിർന്ന ഒരാൾക്ക് അസൂയ തോന്നുന്ന കാര്യം ചിലപ്പോൾ കുട്ടികൾക്കൊരു വിഷയമേ ആയിരിക്കില്ല. അതുപോലെ ഓരോരുത്തർക്കും അവന്റെ അവസ്ഥക്കനുസരിച്ചായിരിക്കും വ്യത്യസ്ത വിഷയങ്ങളായിരിക്കും അസൂയ ഉണ്ടാവുക. അപ്പോൾ ഇൽമുള്ള ആളുകൾക്ക് ചിലപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അസൂയ ഉണ്ടാവുകയില്ല. ഒരാൾക്ക് സമ്പത്ത് കൂടിയെന്ന് വിചാരിച്ച് ഒരു ആലിമിന് അവനോട് അസൂയൊന്നും തോന്നില്ല. കാരണം ആലിമിനറിയാം സമ്പത്തിന്റെ സ്ഥാനം എത്രയേ ഉള്ളൂ എന്നുള്ളത്, ദുനിയാവിന്റെ വില അവനറിയാം. പക്ഷെ ഒരു ആലിമിന് എപ്പോഴാണ് അസൂയ തോന്നുക? ഒരാൾക്ക് തന്നെക്കാൾ ഇൽമുണ്ടാകുമ്പോൾ. അതും പാടില്ല. അവന് കിട്ടിയ ഇൽമു നീങ്ങിപ്പോണം, അതില്ലാതെ ആവണം എന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണ്. എന്നാൽ അതുപോലെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നത് തെറ്റില്ല. അതിന് ഗിബ്തത്ത് എന്നാ പറയാ അറബിയിൽ. അസൂയ ഹസദ് എന്ന് പറയുകയില്ല സാങ്കേതികമായി. അപ്പോൾ ഇൽമു കൊണ്ട് അല്ലെങ്കിൽ ഇൽമിന്റെ കാര്യത്തിൽ അസൂയ തോന്നുക എന്നുള്ളത് അതും മോശമാണ്. അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ആരാണോ അങ്ങനെ ഇൽമിന്റെ പേരിൽ ഒരാളുടെ അസൂയ വെച്ചത്, ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞാൽ മൻ ഹസദ അഹദൻ ഫിൽ ഇൽം, ഇൽമിന്റെ കാര്യത്തിൽ ഒരാൾക്ക് മറ്റൊരാളുടെ അസൂയ തോന്നിയാൽ ഫഖദ് ശാബഹൽ യഹൂദ്, അവൻ യഹൂദികളെ അനുകരിച്ചിരിക്കുന്നു. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഇഖ്തിദാഉ സിറാത്തുൽ മുസ്തഖീം എന്ന അദ്ദേഹത്തിന്റെ കിതാബിൽ പറഞ്ഞതാണ്. കാരണം യഹൂദികളുടെ സ്വഭാവമാണ്. യഹൂദികൾ എന്തുകൊണ്ടാണ് ഇസ്ലാം സ്വീകരിക്കാതിരുന്നത്? മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുമ്പോൾ യഹൂദികൾക്ക് അറിയാം, യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും, തങ്ങളുടെ മക്കളെ അറിയുന്നത് പോലെ അവർക്കറിയാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണ്. ഒരാൾക്ക് സ്വന്തം മകനെ തിരിച്ചറിയാത്ത അവസ്ഥ ഉണ്ടാവും, മകനെ മാറിപ്പോവും? ഒരിക്കലുമില്ല. അത്ര വ്യക്തമായിട്ട് അവർക്കറിയാം ഇത് അള്ളാഹുവിന്റെ റസൂലാണ്. കാരണം അവരുടെ കിതാബിൽ മുഹമ്മദ് എന്നുള്ള പേര് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർ വിശ്വസിച്ചില്ല. എന്തുകൊണ്ടാണ്? അവർ പ്രതീക്ഷിച്ചിരുന്നത് അവരുടെ ഇടയിൽ നിന്ന് വരും എന്നായിരുന്നു, അവരുടെ ആ കുടുംബത്തിൽ നിന്ന്, അവരുടെ വർഗത്തിൽ നിന്ന് വരുമെന്നായിരുന്നു. പക്ഷെ അറബികൾക്കിടയിൽ നിന്ന് വന്നപ്പോൾ ആ അസൂയയുടെ പേരിലാണ് അവർ കുഫറിൽ തുടർന്നു പോയത്. അപ്പോൾ അവരുടെ സ്വഭാവമാണ് ഇത് എന്ന് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ഇനി അസൂയ ഇല്ലാതാക്കാനുള്ള മാർഗം എന്താണ്? എങ്ങനെയാണ് അസൂയ ഇല്ലാതാക്കുക? നമ്മൾ പറഞ്ഞു എല്ലാവർക്കും അസൂയ തോന്നും, തോന്നാത്ത ആരുമില്ല. അപ്പോൾ എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാം? അതിന് ഏറ്റവും നല്ല മാർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഒരാളുടെ ഒരു നിഅമത്ത് കണ്ടാൽ അവന് വേണ്ടി ദുആ ചെയ്യുക. അപ്പോൾ നമ്മുടെ മനസ്സും നാവും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ആദ്യം നമ്മൾ ദുആ ചെയ്യുമ്പോൾ മനസ്സ് തട്ടിയിട്ടായിരിക്കില്ല ദുആ ചെയ്യുക. പക്ഷെ നമ്മൾ ദുആ ചെയ്ത് കഴിഞ്ഞാൽ അറിയാതെ നമ്മുടെ മനസ്സിലേക്ക് അതിന്റെ സ്വാധീനം ഉണ്ടാകും. നമുക്ക് അവന്റെ ആ ഖൈർ നിഅമത്ത് അതിനോട് ഉള്ള ആ വെറുപ്പ് കുറഞ്ഞു വരും. റസൂലുള്ളാഹി പറഞ്ഞു, ആരെങ്കിലും സ്വന്തം നഫ്സിലോ തന്റെ കൂട്ടുകാരനിലോ എന്തെങ്കിലും ഖൈർ കണ്ടാൽ ഫൽയുബരിക്, അവന് വേണ്ടി ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരാളുടെ അടുത്തൊരു നല്ല വാഹനം കണ്ടു, ബാറക്കല്ലാഹു ലക, നിനക്ക് അള്ളാഹു ഈ വസ്തുവിൽ ബറക്കത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യും? ഈ വാക്ക് ഒരു സ്വാധീനം ഉണ്ടാക്കും, അതിനോടുള്ള അസൂയ കുറഞ്ഞു വരും. ഇങ്ങനെ ദുആ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മാർഗം. ഇനി വേണമെങ്കിൽ ഒരു കാര്യം കൂടി ചെയ്യാം.
ഇതുപോലെയുള്ളത് നമുക്ക് കിട്ടാനും കൂടി വേണമെങ്കിൽ ദുആ ചെയ്യാം, അതിന് തടസ്സമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ അസൂയയെ ഒരു എന്താ പറയുക നല്ല ഉപകാരപ്രദമായ സംഗതിയാക്കി മാറ്റുക. അസൂയ എന്ന് പറയുന്നത്, അസൂയ തോന്നുക എന്നുള്ള തോന്നലിനെ ഒരു ദുആ ചെയ്യാനുള്ള അവസരമാക്കി മാറ്റുക. അയാൾക്ക് വേണ്ടിയും നമുക്ക് വേണ്ടിയും ഒക്കെ ദുആ ചെയ്യാം. കാരണം ഇത് കൊടുത്തത് അള്ളാഹുവാണ്. അതുപോലെയുള്ളത് അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലത് നമുക്ക് തരാൻ അള്ളാഹുവിന് കഴിയും എന്ന് തീരുമാനിച്ചാൽ അസൂയ നമുക്ക് മാറ്റാൻ സാധിക്കും. ഇനി ഒരാൾ ആഗ്രഹിക്കുന്നത് ഇതുപോലെയുള്ളത് എനിക്ക് കിട്ടണം, പക്ഷെ ആ വ്യക്തിക്ക് അത് നഷ്ടപ്പെടണമെന്നൊന്നും ആഗ്രഹിക്കുന്നില്ല. മറ്റൊരാളുടെ അടുത്തൊരു നല്ല സംഗതി കണ്ടു, ഒരു നിഅമത്ത് കണ്ടു, ആ നിഅമത്ത് അവന് നഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നില്ല, പക്ഷെ എനിക്കതുപോലെയുള്ളത് കിട്ടണം, അങ്ങനെ ആഗ്രഹിക്കുന്നത് തെറ്റല്ല. അത് ഈ പറഞ്ഞ വിലക്കപ്പെട്ട അസൂയയിൽ ഉൾപ്പെടുകയില്ല. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് വലാ തനാജശു, നിങ്ങൾ നജിഷ് ചെയ്യരുത് പരസ്പരം. നജിഷ് എന്ന് പറഞ്ഞാൽ ഭാഷയിൽ അർത്ഥം വഞ്ചന എന്നാണ്. പക്ഷെ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? സാങ്കേതികമായി നജിഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? കച്ചവടത്തിൽ ചെയ്യുന്ന ഒരു വഞ്ചനയാണ് നജിഷ് എന്ന് പറയുന്നത്. അതെന്താണ്? ഒരാളൊരു മാർക്കറ്റിൽ പോകും, എന്നിട്ട് അവിടെ പോയിട്ട് ഒരു കടയിൽ കയറി അല്ലെങ്കിൽ ഒരു കച്ചവടക്കാരൻ്റെ അടുത്ത് പോയി അവന് സാധനം വിൽക്കുന്നുണ്ടാകും. ആ സാധനത്തിന് വില പേശും. എന്ന് പറയും, ഇത് 1000 രൂപക്ക് ഒരാൾ ഒരു സാധനം വിൽക്കുകയാണ്. അവിടെ പോയിട്ട് പറയും, ഞാൻ 2000 തരാം. അവനറിയാം ഇത് 1000 ഇതിന്റെ വില. അയാൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ 1000 എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ പോയിട്ട് ഇതിന് ഞാൻ 2000 തരാം, അല്ലെങ്കിൽ 2000 ഇത് തരുമോ എന്ന് അവിടെ ചോദിക്കും. അത് ചോദിക്കുന്നത് എന്തിനാണ്? അത് വാങ്ങാൻ വേണ്ടിയിട്ടല്ല. ഒന്നുകിൽ ഈ വിൽക്കുന്നവന് വേണ്ടി, അവനെ സഹായിക്കാൻ വേണ്ടി. ഇയാൾ 2000 ചോദിക്കുന്നത് കേൾക്കുമ്പോൾ വേറെ ആൾ വന്നിട്ട് 2000 1500 ഒക്കെ വാങ്ങാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അവിടെ വാങ്ങാൻ വന്ന് നിൽക്കുന്ന ഒരുത്തിനെ ഉപദ്രവിക്കാൻ വേണ്ടി. അവന് ഇയാൾ വലിയ വില പറയുന്നത് കേട്ട് അവൻ അതുപോലെ വലിയൊരു വിലക്ക് അത് വാങ്ങിക്കൊണ്ട് പോകും. അങ്ങനെ അവനൊരു നഷ്ടം വരുത്താൻ വേണ്ടി. ഇങ്ങനെ രണ്ട് നിയത്തുകളിൽ രണ്ടാലൊരു നിയത്തോടു കൂടി വാങ്ങാൻ ഉദ്ദേശമില്ലാതെ വില പേശുന്നതിനാണ് നജിഷ് എന്ന് പറയുന്നത്. വില പറയുന്നതിനാണ് നജിഷ് എന്ന് പറയുന്നത്. അത് വിലക്കപ്പെട്ട കാര്യമാണ്, ഹറാമാണ്. ഹറാമാണ് എന്ന കാര്യത്തിൽ ഇജ്മാ ഉണ്ട്. ഇനി ഈ കച്ചവടക്കാരനും ഈ നജിഷ് ചെയ്യുന്നവനും തമ്മിൽ ഇത്തിഫാക്കൊന്നുമില്ല. അവർ തമ്മിൽ ഒരു ഗൂഢാലോചനയൊന്നുമില്ല. വെറുതെ പോയിട്ട് ഒരാൾ സ്വന്തமாக ചെയ്യുന്നതാണ്. അതിൻ്റെ കൂട്ടുകാരൻ്റെ കടയാണ്, അപ്പോൾ അവനൊരു ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ച് ഈ പണി ചെയ്താലോ, എന്നാലും അത് ഹറാമാണ്. അവിടെ കുറ്റം ഈ വില പറഞ്ഞവന് മാത്രമായിരിക്കും, കച്ചവടക്കാരന് കുറ്റമില്ല എന്ന് മാത്രം. ഇത് ഹറാമായൊരു കാര്യമാണ്. എന്തുകൊണ്ടാണ്? സ്വാഭാവികമായും അതിൽ വഞ്ചനയുണ്ട്, അതുകൊണ്ടാണ്. അടുത്ത കാര്യം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ തബാഗദു, നിങ്ങൾ പരസ്പരം വെറുക്കരുത്. ഒരു മുസ്ലിമിനെ വെറുക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ടയാളാണ് മുസ്ലിം എന്ന് പറയുന്നത്. ഓരോ മുസ്ലിമിനെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട്, അവന്റെ ദീനിന്റെ അളവിനനുസരിച്ച്. അപ്പം അങ്ങനെയുള്ള ഒരു മുസ്ലിമിനെ നമ്മൾ വെറുക്കാൻ പാടില്ല, ന്യായമായ കാരണമില്ലാതെ. അതുകൊണ്ട് തന്നെ ഈ വെറുപ്പുണ്ടാക്കുന്ന കാരണങ്ങൾ ഇല്ലാതെയാക്കണം. നമുക്കൊരാളോട് വെറുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ ആ വെറുപ്പ് പരിഹരിക്കാൻ നമ്മൾ ശ്രമിക്കണം. എന്നിട്ട് പരസ്പരം സ്നേഹം ഉണ്ടാക്കണം. ഒരു ഹദീസിൽ നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലൻ തദ്ഖുലുൽ ജന്നത ഹത്താ തഹാബു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ ലൻ തുഅ്മിനു ലൻ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു, നിങ്ങൾ മുഅ്മിനാകുന്നത് വരെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. വലൻ തുഅ്മിനു ഹത്താ തഹാബു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ ഈമാൻ പൂർത്തിയാവുകയില്ല. എന്നിട്ട് പറഞ്ഞു, അല അദുല്ലുക്കും അല ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബ്തു, സ്നേഹമുണ്ടാക്കാനുള്ള ഒരു കാരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? കാരണം സ്നേഹം എന്ന് പറയുന്നത് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ലാ തഗ്ലബ് എന്നുള്ള ഹദീസ് വിശദീകരിച്ചപ്പോൾ. ദേഷ്യം പിടിക്കരുത് എന്ന് പറഞ്ഞാൽ, ദേഷ്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ മനസ്സിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു വികാരമാണ്. അതില്ലാതെയാക്കാൻ നമുക്ക് സാധിക്കുകയില്ല. കാരണം നമ്മൾ ആരും നിയത്ത് വെച്ചിട്ടല്ല ദേഷ്യം പിടിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ, നമ്മുടെ നിയന്ത്രണത്തിൽപ്പെട്ടതല്ലാത്ത കാര്യങ്ങൾ അത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിന്റെ കാരണങ്ങൾ ഉണ്ടാക്കി വെക്കരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ നമ്മുടെ നിയന്ത്രണത്തിന് അപ്പുറത്തുള്ള കാര്യങ്ങൾ സ്നേഹിക്കുക എന്നുള്ള കാര്യം അത് ചെയ്യാൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന് വേണ്ട കാരണങ്ങൾ ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, ഇങ്ങനെ പരസ്പര സ്നേഹം ഉണ്ടാകാനുള്ള ഒരു കാരണം അത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കിടയിൽ ഹുബ്ബുണ്ടാകും. എന്താണ്? അഫ്ഷു സലാമ ബൈനക്കും, പരസ്പരം സലാം പ്രചരിപ്പിക്കുക. അത് നേരത്തെ പറഞ്ഞതുപോലെ വാക്കുകളും നമ്മുടെ കൽബും തമ്മിലൊരു ബന്ധം സൂചിപ്പിക്കുന്ന, അത് തെളിയിക്കുന്ന ഒരു സംഭവമാണ് സലാം എന്ന് പറയുന്നത്. സലാം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ വ്യക്തിയോടും പറഞ്ഞവന് ആരോടാണ് സലാം പറഞ്ഞത്, അതുപോലെ തന്നെ പറഞ്ഞവനോടും പരസ്പരം സ്നേഹമുണ്ടാകും. ഇവിടെ നേരെ തിരിച്ച് പരസ്പരം വെറുപ്പുണ്ടാക്കുന്ന കാരണങ്ങൾ ഉപേക്ഷിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ കൽപ്പിക്കുന്നത്. സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഒരു കാരണം ആണ് അത്, ലാ തബാഗദു, പരസ്പരം വെറുക്കാതിരിക്കുക എന്നുള്ളത്. ഇനി ഇങ്ങനെ പരസ്പരം വെറുത്താലോ
ന്യായമില്ലാതെ പരസ്പരം ഒരു മുസ്ലിമിനെ നമ്മൾ വെറുത്താൽ അതിന്റെ ഫലം എന്താണ് സംഭവിക്കുക? ഒരു ഹദീസിൽ കാണാം, തുഫ്തഹു അബ്വാബുൽ ജന്നതി യൗമൽ ഇസ്നൈനി വൽ ഖമീസ്, എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സ്വർഗ്ഗത്തിന്റെ വാതിലുകൾ തുറക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, ഫയുഗ്ഫറു ലികുല്ലി അബ്ദിൻ ലാ യുശ്രികു ബില്ലാഹി ഷൈഅ, ഷിർക്ക് ചെയ്യാത്ത അഥവാ മുസ്ലിമായ ഓരോരുത്തർക്കും അള്ളാഹു പാപങ്ങൾ പുറത്തു കൊടുക്കും തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും. ഇല്ല റജുലൻ, ഒരാൾക്കൊഴികെ, കാനത് ബൈനഹു വബൈന അഖീഹി ഷഹ്ന, അവനും തന്റെ സഹോദരനും തമ്മിൽ, സഹോദരൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു മുസ്ലിം, അല്ലാതെ രക്തബന്ധത്തിലുള്ള സഹോദരൻ ആയിരിക്കണമെന്നില്ല, അവനും തന്റെ ഒരു മുസ്ലിം സഹോദരനും തമ്മിൽ ഒരു ഷഹ്ന എന്ന് പറഞ്ഞാൽ പിണക്കമുണ്ട്, പ്രശ്നമുണ്ട്, അവന് അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല. അങ്ങനെ പരസ്പരം തെറ്റി നിൽക്കുന്ന ആളുകൾക്ക് ഒഴികെ ബാക്കി എല്ലാ മുസ്ലിമീങ്ങൾക്കും അള്ളാഹു പുറത്തു കൊടുക്കും തിങ്കളും വ്യാഴവും ചെറുപാപങ്ങൾ. ഫയഖൂലു, അള്ളാഹു തആല പറയും ഇവന്റെ കാര്യത്തിൽ, അൻദിറു ഹദൈനി ഹത്താ യസ്തലിഹ, ഇവരുടെ രണ്ടുപേരുടെയും കാര്യം അത് അവർ നന്നാകുന്നതുവരെ നീട്ടിവെക്കുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും. മുത്തഫഖുൻ അലൈഹി, ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അപ്പോൾ പരസ്പരം സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ അതൊരു ഐച്ഛികമായ വേണമെങ്കിൽ ചെയ്യാം എന്നുള്ള കാര്യമല്ല, നേരെ മറിച്ച് വളരെ അനിവാര്യമായ കാര്യമാണ്. അതിന്റെ ഫലം ദുനിയാവിലും ആഖിറത്തിലും ഉണ്ടാകും. ഇതാണ് പരസ്പരം ഇങ്ങനെ ഈ പറഞ്ഞ കാര്യം പാലിച്ചിട്ടില്ലെങ്കിലുള്ള അപകടം. ഇനി നമ്മൾ പറഞ്ഞു ന്യായമായ കാരണം ഇല്ലാതെ വെറുക്കുന്നതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പൊ എന്തെങ്കിലും ന്യായമായ കാരണമുണ്ടോ? എന്തൊക്കെയാണ് ഒരാളെ വെറുക്കാനുള്ള കാരണങ്ങൾ? ഇപ്പൊ ചില ആൾക്കാർ ഈ ഹദീസൊക്കെ വിശദീകരിച്ചിട്ട് വളരെ വൈകാരികമായി വിശദീകരിക്കും. ദീനിന്റെ അതിരുകൾ പറയാതെ അവർ വിശദീകരിക്കും. എല്ലാവരെയും സ്നേഹിക്കണം, അങ്ങനെ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അതിന് നിബന്ധനകളുണ്ട്. വെറുക്കാൻ അനുവദിക്കപ്പെട്ട ആളുകളുണ്ട്, വെറുക്കേണ്ട ആളുകളുണ്ട്. എന്തൊക്കെയാണ് വെറുക്കാനുള്ള കാരണങ്ങൾ? ഈ ഹദീസിന്റെ ഷർഹിൽ അറിയപ്പെട്ട പണ്ഡിതന്മാരെല്ലാം അർബുൻ നബി വിശദീകരിച്ചവർ പറയുന്നത് കാണാം. 3 കാര്യങ്ങൾ അതിൽ നിന്ന് ഒഴിവാണ്. ലാ തബാഗദു, പരസ്പരം വെറുക്കരുത് എന്ന് പറയുന്ന ഈ വിലക്കിൽ നിന്ന് 3 കാര്യങ്ങൾ ഒഴിവാണ്. എന്തൊക്കെയാണ് വെറുക്കാനുള്ള കാരണങ്ങൾ? അശ്ശിർക്കു വൽ ബിദ്അതു വൽ ഫിസ്ഖ്, ഷിർക്ക് ചെയ്യുന്ന ആൾ, ബിദ്അത്ത് ചെയ്യുന്നയാൾ, ഫിസ്ഖ് ചെയ്യുന്ന ആളുകൾ, ഫിസ്ഖുള്ള ആളുകൾ. ഫിസ്ഖ് എന്ന് പറഞ്ഞാൽ വൻപാപങ്ങൾ ചെയ്യുന്ന ആളുകൾ, ളാഹിറായി പരസ്യമായി വൻപാപങ്ങൾ ചെയ്ത് നടക്കുന്ന ആളുകൾ. ഈ 3 കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ വെറുക്കാം. അത് ഇതിൽ നിന്ന് ഒഴിവാണ്, അത് ഇതിൽ പെടുകയില്ല. ആ വെറുപ്പ് അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അടുത്ത ഉപദേശം, 4ാമത്തെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ലാ തദാബറു വലാ തദാബറു, നിങ്ങൾ പരസ്പരം തെറ്റി നിൽക്കരുത്. എന്താണ് 3ാമത് പറഞ്ഞ ലാ തബാഗദു എന്ന് പറഞ്ഞത്? ഇത് തമ്മിൽ വ്യത്യാസം. ബുഗ്ദ് എന്ന് പറയുന്നത് മനസ്സിലുള്ള കാര്യമാണ്, മനസ്സിൽ വെറുക്കരുത്. തദാബുർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ വാക്കിന്റെ അർത്ഥം പരസ്പരം പുറം കാണിച്ചു കൊടുത്തു, പുറം തിരിഞ്ഞു നിൽക്കുക. ഒരാൾ നമ്മുടെ ഇങ്ങോട്ട് അഭിമുഖമായി നിൽക്കുമ്പോൾ നമ്മൾ അയാളുടെ നേരെ മുഖം തിരിച്ചു നിൽക്കാതെ തിരിഞ്ഞു നിൽക്കുക. അതിനാണ് തദാബുർ എന്ന് പറയുക ഭാഷയിൽ. ഇവിടെ ഉദ്ദേശിക്കുന്നത് പരസ്പരം തെറ്റി നിൽക്കുക എന്നാണ്. ഇത് വിലക്കപ്പെട്ട കാര്യമാണ്. ഒരു മുസ്ലിമിനെ അവനുമായുള്ള ബന്ധം മുറിച്ച് പിണങ്ങി നിൽക്കാൻ, തെറ്റി നിൽക്കാൻ നമുക്ക് അനുവാദമില്ല. അല്ലെ, ദീന് ആ വിഷയത്തിൽ വിധിച്ചു കഴിഞ്ഞു, നമുക്കതിൽ സ്വാതന്ത്ര്യമില്ല. ഒരു മുസ്ലിമായ വ്യക്തിയോട് ബന്ധം മുറിക്കാൻ നമുക്ക് അള്ളാഹു അനുവാദം നൽകിയിട്ടില്ല, ഈ പറഞ്ഞതുപോലെ കാരണമില്ലാതെ. 3 ദിവസമാണ് അനുവദിച്ചിട്ടുള്ളത്. അല്ലെ, നമുക്ക് എന്തെങ്കിലും ദുനിയവിയായ ഒരു കാരണത്തിന്റെ പേരിൽ ഒരാളോട് തെറ്റണമെന്നുണ്ടെങ്കിൽ തെറ്റാം. 72 മണിക്കൂർ. അത് കഴിഞ്ഞാൽ പരസ്പരം സലാം പറഞ്ഞിരിക്കണം, പരസ്പരം ബന്ധം നന്നാക്കിയിരിക്കണം. ഇത് അതിനപ്പുറം പിണങ്ങി നിൽക്കുക എന്നുള്ളത് വിലക്കപ്പെട്ട കാര്യമാണ്. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ലാ യഹില്ലു ലിമുസ്ലിമിൻ അൻ യഹ്ജുറ അഖാഹുൽ മുസ്ലിം, ഒരു മുസ്ലിമിന് തന്റെ മുസ്ലിമായ ഒരു സഹോദരനെ ഹജ്ർ ചെയ്യാൻ, അവനോടുള്ള ബന്ധം മുറിച്ചു നിൽക്കാൻ അനുവാദമില്ല. ഫൗഖ 3 ലയാൽ, 3 രാത്രിയിൽ കൂടുതൽ, 72 മണിക്കൂറിൽ കൂടുതൽ പരസ്പരം ബന്ധം മുറിച്ച് തെറ്റി നിൽക്കാൻ അനുവാദമില്ല. ഇനി ചില പണ്ഡിതന്മാർ ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ ഒരു കാര്യം പറഞ്ഞത് കാണാം. അർബുൻ നബിയുടെ ഷറഹിൽ പറഞ്ഞത് കാണാം. ഇതിൽപ്പെട്ടതാണ്, അതായത് ഈ വിലക്കപ്പെട്ട തദാബുർ, പരസ്പരം പുറംതിരിഞ്ഞു നിൽക്കുക എന്നാണല്ലോ ഈ വാക്കിന്റെ അർത്ഥം. അപ്പൊ അതിൽപ്പെട്ടതാണ് സാധാരണ ആളുകൾ ചെയ്യുന്നൊരു പ്രവൃത്തി. അതെന്താണ്? നമസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ സൊഫിൽ നിൽക്കുന്ന സമയത്ത് തിരക്കുണ്ടാവും സൊഫിൽ. അപ്പൊ നമസ്കാരം കഴിഞ്ഞാലും അതുപോലെ ഇരിക്കാൻ പ്രയാസമായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് മുന്നിലേക്കും ബാക്കിലേക്കും ഒക്കെ മാറിയിരിക്കും. അപ്പൊ ഈ മുന്നിലേക്ക് ഇരുന്നയാള് അയാളുടെ പിറകു ഭാഗമായിരിക്കും അടുത്തിരിക്കുന്ന ആൾ കാണുന്നത്. കുറച്ച് മുന്നിലേക്ക് കയറിയിരിക്കുമ്പോൾ, അല്ലെ, എൻ്റെ ഇപ്പുറത്തൊരാൾ ഇരിക്കുന്നുണ്ട്, ഞാൻ കുറച്ച് മുന്നിലേക്ക് കയറി
ഇങ്ങനെ നീങ്ങിയിരിക്കും. എന്തിനാണ് മുന്നിലേക്ക് കയറുന്നത്? ഇവിടെ സ്ഥലം കുറവായതുകൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ കുറച്ച് വിശാലമായിട്ടിരിക്കും. അപ്പോൾ എൻ്റെ പിന്നിലിരിക്കുന്ന ആൾ, എൻ്റെ അടുത്തും വലത്ത് നമസ്കരിച്ചിരുന്ന ആളുകൾ പിന്നെ എൻ്റെ പുറമായിരിക്കും കാണുന്നത്. അപ്പോൾ ഇതും ഈ തദാബുറിൽ പെടും എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അത് ശരിയാണോ? എന്താണ് അഭിപ്രായം? പറഞ്ഞത് ശരിയാണോ? അത് ശരിയല്ല. എന്തുകൊണ്ട്? അങ്ങനെ ആയിരുന്നെങ്കിൽ നിസ്കാരത്തിൽ നമ്മൾ സൊഫിൽ നിൽക്കുന്നത് ഓരോരുത്തരെയും പുറം കണ്ടുകൊണ്ടാണ്, അല്ലേ? മുമ്പിലെ സൊഫിലെ ആളുകളുടെ പുറം നമ്മൾ കാണുന്നുണ്ട്. അത് ഈ പറഞ്ഞതിൽ ഉൾപ്പെടുകയില്ല. ഒരു മസ്ലഹത്തിന് വേണ്ടി, ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നിൽക്കുന്നത്. അത് ഇതിൽ ഉൾപ്പെടുകയില്ല. ഇനി നമ്മൾ പറഞ്ഞു പരസ്പരം പിണങ്ങുന്നത്, ഹജർ ചെയ്യുന്നത് ദുനിയവിയായ ആവശ്യത്തിന് വേണ്ടി എന്തെങ്കിലും ഭൗതികമായ ഇടപാടുകളുടെ പേരിൽ ആണെങ്കിൽ 3 ദിവസമാണ് നമുക്ക് തെറ്റാൻ അനുവാദം. ഇനി ഈ പറഞ്ഞത് ഭൗതികമായ കാര്യങ്ങളുടെ പേരിലാണ്. അത് തന്നെ ദുനിയവിയായി ഒരു മസ്ലഹത്തുണ്ടെങ്കിൽ, അയാളുമായി ഇടപാട് നടത്തിയാൽ നമുക്ക് പ്രയാസമുണ്ടാകുന്നു, അതുകൊണ്ടാണെങ്കിൽ ഹജ്ർ ചെയ്യാം, അതിൽ കൂടുതൽ. അതല്ല, പ്രയാസമൊന്നുമില്ല, ഒരാൾ ഒരിക്കൽ നമ്മളൊരു ചതി ചെയ്തു, പിന്നെ നമ്മൾ തമ്മിൽ ഇടപാടൊന്നുമില്ല, അയാളെ കാണുന്നത് കൊണ്ടും സലാം പറയുന്നതുകൊണ്ടും നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, അത്തരം സാഹചര്യത്തിൽ നമുക്ക് ബന്ധം മുറിക്കാൻ അനുവാദമില്ല 3 ദിവസം. പക്ഷെ അയാളോട് നമ്മൾ ബന്ധപ്പെട്ടാൽ, അയാളെ കണ്ടാൽ, അയാളുമായി സംസാരിച്ചാൽ നമുക്ക് എന്തെങ്കിലും ദുനിയവിയായ നഷ്ടം ഉണ്ടാകുമെങ്കിലും നമുക്ക് അയാൾ ഒഴിവാക്കാം, പ്രശ്നമില്ല. പക്ഷേ അങ്ങനെ ഒരു മസ്ലഹത്തില്ലാതെ, ദുനിയവിയായിട്ടോ ദീനിയായിട്ടോ ഒരു മസ്ലഹത്തില്ലാതെ ഒരാളുമായി തെറ്റുന്നത് അത് 3 ദിവസം മാത്രമേ പാടുള്ളൂ. ഇനി ഇതൊക്കെ ദുനിയാവിന്റെ കാര്യം. ദീനിയായ ആവശ്യത്തിന്റെ പേരിലാണെങ്കിലോ, ഒരാൾ ദീനിൽ പഴച്ചുപോയ ആളാണ്, വിദഅത്തുകൾ കൊണ്ട് നടക്കുന്ന ആളാണ്, ഷിർക്കിന്റെ ആളാണ്, ആളുകളെ അയാളുടെ ഈ പഴച്ചവാദത്തിലേക്ക് ക്ഷണിക്കുന്നവനാണ്, അങ്ങനെയുള്ള ആളുകളാണെങ്കിലോ അത്തരം ആളുകളെ അവരുമായി ബന്ധം മുറിക്കുന്നതിന് ഈ ഹദീസ് എതിരല്ല, ആ വിഷയമല്ല ഈ ഹദീസ് പറയുന്നത്. അത്തരം ആളുകളെ അവരെ സൂക്ഷിക്കണമെന്ന് വേറെ ഹദീസുകളിലും അതുപോലെ സലഫുകൾ ധാരാളം ആസാറുകളിലും കാണുന്ന കാര്യമാണ്. അതിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യണം? മസ്ലഹത്ത് നോക്കണം, അല്ലെ? ഒരാൾ പഴച്ച ഒരാളാണ്, ദീനിയായി പഴച്ച വാദങ്ങൾ കൊണ്ട് നടക്കുന്നയാളാണ്. അങ്ങനെയുള്ള ഒരാളെ നമ്മുടെ കുടുംബത്തിലുണ്ടാകും, നമ്മുടെ സുഹൃത്തുക്കളുടെ കൂട്ടത്തിലുണ്ടാകും. അവർ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അവരുമായി ബന്ധം പുലർത്തുകയാണോ വേണ്ടത്, ബന്ധം ഉപേക്ഷിക്കുകയാണോ വേണ്ടത്? അതിലേതിനാണ് ഗുണമെന്ന് നോക്കണം. അയാളുമായുള്ള ബന്ധം നിലനിർത്തിയാൽ അയാൾ നന്നാകുമെന്നുണ്ടെങ്കിൽ ബന്ധം നിലനിർത്താം. അയാളുമായുള്ള ബന്ധം മുറിച്ചാൽ അത് അയാൾ നന്നാവാൻ കാരണമാകുമെങ്കിൽ, നമ്മൾ അയാളെ കണ്ട് മിണ്ടാതെയായി, സലാം പറഞ്ഞാൽ മടക്കുന്നില്ല, ആ വ്യക്തിയുടെ അടുത്തുള്ളൊരു വിദേഹത്തിന്റെ പേരിൽ നമുക്ക് സ്വാധീനമുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബത്തിലും എവിടെയാണോ നമ്മൾ ഇത് നടപ്പിലാക്കുന്നത് അവിടെ നമുക്ക് ശക്തിയും സ്വാധീനവും ഉണ്ടെങ്കിൽ ചിലപ്പോൾ അയാൾ ചിന്തിക്കാൻ അത് കാരണമാകും. എന്തുകൊണ്ടാണ് ഇന്ന വ്യക്തി അവൻ എന്നെ കാണുമ്പോൾ മിണ്ടാത്തത്? അങ്ങനെ വിചാരിച്ചാൽ നന്നാവുമെങ്കിൽ അവിടെ ബന്ധം മുറിക്കാം. പക്ഷെ ഇന്ന് അധികവും അങ്ങനെയുള്ള സാഹചര്യം കുറവായിരിക്കും. കാരണം അധിക നാടുകളിലും അധിക സാഹചര്യങ്ങളിലും സ്വാധീനവും ശക്തിയും ആർക്കായിരിക്കും? തിന്മയുടെ ആളുകൾക്കായിരിക്കും, വിദേഹത്തിന്റെ ആളുകൾക്കായിരിക്കും. അപ്പോൾ ഒരാളെ ദീനിന്റെ പേരിൽ, ദീനിയായ ഒരാളുടെ തെറ്റിന്റെ പേരിൽ, വിദേഹത്തിന്റെ പേരിൽ ഒഴിവാക്കുമ്പോൾ അതിന്റെ ഗുണവും ദോഷവും നോക്കണം. എന്നാൽ അതിന്റെ അർത്ഥം അങ്ങനെ വിദേഹത്തുമായി നടക്കുന്ന ഒരാൾ, ദീനിൽ പഴച്ച ഒരാൾ, അയാൾ നമ്മുടെ സുഹൃത്താക്കണമെന്നല്ല. കാണുമ്പോൾ സലാം പറയുകയും അങ്ങനെയുള്ള സാധാരണ നിലക്കുള്ള ഒരു ബന്ധം, ആ ബന്ധം പുലർത്തുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയുള്ള ബന്ധം പുലർത്തുന്നത് അതുകൊണ്ട് ഗുണമുണ്ടെങ്കിൽ ചെയ്യാം. അയാൾ മടങ്ങാനത് കാരണമാകും, അയാൾക്ക് ദഅവത്ത് കൊടുക്കാൻ, പറഞ്ഞു കൊടുക്കാനത് സഹായമാകുമെങ്കിൽ ചെയ്യാവുന്നതാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് മജ്മൂ ഫത്താവയിൽ ഇങ്ങനെ പറയുന്നത് കാണാം. ഫഇൻ കാനത്തിൽ മസ്ലഹത്തു ഫി ദാലിക റാജിഹതൻ, ഹജ്ർ ചെയ്യുന്നതിൽ, ഒരാളെ ബന്ധം മുറിക്കുന്നത് ദീനിന്റെ പേരിൽ, ദീനിയായ അയാളുടെ തെറ്റിന്റെ പേരിൽ ബന്ധം മുറിക്കുന്നത് അതുകൊണ്ട് മസ്ലഹത്താണുള്ളതെങ്കിൽ, ഗുണമാണ് കൂടുതലെങ്കിൽ, ബിഹൈസു യുഫ്ളി ഹജ്റുഹു ഇലാ ദഅഫി ശർരി, അയാളെ നമ്മൾ ഒഴിവാക്കിയാൽ അയാളെ കൊണ്ടുള്ള ഷർറ് കുറയുമെന്നുണ്ടെങ്കിൽ കാന മശ്റൂഅൻ, അത് അനുവദനീയമാണ്, അല്ലെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. വഇൻ കാന, നേരെ മറിച്ച്, ലൽ മഹ്ജൂറു വലാ ഗൈറുഹു യർതദിഉ ബിദാലിക, നമ്മൾ ഒരാളെ ഹജ്ർ ചെയ്തത് കൊണ്ട്, അയാളുമായുള്ള ബന്ധം മുറിച്ചത് കൊണ്ട് അയാളും നന്നാകാൻ പോകുന്നില്ല, വേറെ ആരെങ്കിലും ഇത് കണ്ടിട്ട് പഠിക്കാനും പോകുന്നില്ല. ചിലപ്പോൾ നമ്മൾ ഒരാളായിട്ട് ബന്ധം മുറിച്ചാൽ അയാൾ നന്നായിട്ടില്ലെങ്കിലും വേറെ ഒരാൾ ചിലപ്പോൾ ഇത് കണ്ട് നന്നാവും. ഇന്ന വ്യക്തി എന്തുകൊണ്ടാണ് ഇയാളെ കണ്ടിട്ട് മിണ്ടാത്തത്, അത് അവന്റെ അടുത്തൊരു തെറ്റുള്ളത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കി ആ തെറ്റിലേക്ക് വേറെ ആളുകൾ പോകാതെ ഇരിക്കാനും സാധ്യതയുണ്ട്. അതൊക്കെ സുന്നത്തിന്റെ ആളുകൾക്ക് ശക്തി ഉണ്ടാകുമ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അങ്ങനെയുള്ള ഗുണങ്ങളൊന്നുമില്ലെങ്കിൽ, ബൽ യസീദു ഷർ, ഷർ കൂടുകയാണ് ചെയ്യുക എന്നുണ്ടെങ്കിൽ, വൽ ഹാജിറു ദഈഫ്, ഹജ്ർ ചെയ്യുന്നവൻ ദഈഫാണ്, അവൻ ദുർബലനാണ്, ബിഹൈസു യകൂനു മഫ്സദതു ദാലിക റാജിഹതൻ അലാ മസ്ലഹതി, അങ്ങനെ ബന്ധം മുറിക്കുന്നത് കൊണ്ട് ഷർറാണുള്ളത്. അല്ല, ഒരാൾ നമ്മൾ കണ്ടാൽ സലാം പറയാതെയായി, അയാൾ നാട്ടിലെ വലിയ പ്രമാണിയാണ്, അയാൾ പിന്നെ എല്ലാവരോടും പറഞ്ഞു നടക്കും, ഇവന് നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്നവനാണ്, അവനോട് സംസാരിക്കരുത് എന്ന് പറഞ്ഞ്
ഇവൻ എന്ത് ചെയ്യും? ആളുകളെ മുഴുവൻ നമ്മളിൽ നിന്ന് അകറ്റും, ഹക്കിന്റെ ആളുകളിൽ നിന്ന് അകറ്റും. അല്ലെങ്കിൽ നമ്മളൊരു മസ്ജിദ് നടത്തുന്നുണ്ട്, ആ പള്ളിയിലേക്ക് ആരും പോകരുത്, അവർ ആൾക്കാരെ കണ്ട സലാം പറയാത്തവരാണ് എന്ന് പറഞ്ഞ് ആളുകളെ അകറ്റും. അങ്ങനെയുള്ള മഫ്സദത്ത്, അപകടമാണ് അതുകൊണ്ടുള്ളതെങ്കിൽ ലം യുശ്റഇൽ ഹജർ, അവിടെ ഹജർ അനുവദനീയമല്ല എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു കാണാം. ഇനി ഒരു ചോദ്യം, നമുക്കൊരാളോട് അയാളെ കാണുമ്പോൾ അയാളോട് മിണ്ടാൻ തോന്നുന്നില്ല, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, ദീനിയായിട്ടുള്ള കാരണവുമില്ല, ദുനിയവിയായിട്ട് അയാളെ കൊണ്ട് ഒരു അപകടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷെ നമുക്ക് നമ്മുടെ മനസ്സിൽ എന്തോ അയാളുടെ ഒരു വെറുപ്പ് അങ്ങനെ ഉണ്ടാവും. ചിലപ്പോൾ ചില ആൾക്കാരെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിലും 3 ദിവസം ബന്ധം മുറിക്കാൻ അനുവാദമുണ്ട്. പക്ഷെ 3 ദിവസം കഴിഞ്ഞാൽ കണ്ടാൽ സലാം പറഞ്ഞിരിക്കണം. ഇതാണ് ഈ വിഷയത്തിൽ ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇമാം നവവി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത മസല, അടുത്ത ഉപദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, വലാ യബിഅ ബഅദുകും അലാ ബൈഇ ബഅദ്, നിങ്ങൾ ഒരാൾ മറ്റൊരാളുടെ ഇടപാടിന്റെ ഇടയിൽ കയറി കച്ചവടം ചെയ്യരുത്. ഒരാൾ ഒരു സാധനം വിൽക്കുകയാണ് ഒരു കടയിൽ, അപ്പോൾ അവിടെ പോയിട്ട് ഈ വാങ്ങുന്നതിനോട് പറയാണ്, ഇതിനേക്കാളും കുറഞ്ഞ വിലക്ക് ഞാൻ തരാം എന്ന് പറഞ്ഞ് കച്ചവടം മുടക്കുക. ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വലാ യബിഅ ബഅദുകും അലാ ബൈഇ ബഅദ്, നിങ്ങൾ രണ്ടുപേര് തമ്മിലുള്ള കച്ചവടം അതിനെ മറികടന്നുകൊണ്ട് വിൽക്കരുത്. അങ്ങനെ ചെയ്യുന്നതിന് പല രൂപങ്ങളുണ്ട്. ചിലപ്പോൾ ആ തുകയുടെ കാര്യത്തിലായിരിക്കും ഇവൻ ഇടപെടുന്നത്. പോയിട്ട് പറയും ഇതിനേക്കാൾ കുറഞ്ഞ വിലക്ക് സാധനം കിട്ടും, അല്ലെങ്കിൽ പോയിട്ട് അതിന്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഇതിനേക്കാൾ നല്ല സാധനം ഈ പൈസ കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഏത് രൂപത്തിലാണെങ്കിലും രണ്ടുപേര് തമ്മിൽ ഇടപാട് നടത്തുമ്പോൾ അത് മുടക്കുന്ന തരത്തിൽ മറ്റൊരാൾ അതിൽ ഇടപെടാൻ പാടില്ല. ഈ വിലക്ക് അങ്ങനെ പാടില്ല എന്നുള്ളത് ജമനുൽ ഖിയാർ എന്ന് പറയുന്ന പീരീഡിലാണ്. എന്താണ് ജമനുൽ ഖിയാർ എന്ന് പറഞ്ഞാൽ? ഒരു കച്ചവടം നടത്തുമ്പോൾ ആ കച്ചവടത്തിൽ നിന്ന് പിന്മാറാൻ അവസരമുള്ള, അനുവാദമുള്ള ഒരു സമയമുണ്ട്. എത്രയാണ്? ഖിയാറുൽ മജ്ലിസ്. ആ മജ്ലിസിൽ, കച്ചവടത്തിന്റെ ഇടപാട് നടത്തുന്ന സദസ്സിൽ, ഇപ്പോൾ കടയിലാണെങ്കിൽ കടയിൽ, അവിടെ രണ്ടുപേരും ഇരിക്കുന്ന സമയത്ത് അവർക്ക് ആ ഇടപാട് ക്യാൻസൽ ആക്കാനുള്ള അനുവാദമുണ്ട്. പൈസയും സാധനമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിട്ടുണ്ടെങ്കിലും അവിടെ നിന്ന് അവർ പിരിഞ്ഞു പോകുന്നത് വരെ സാധനം വാങ്ങി കടയിലിരിക്കുകയാണ്. ഇസ്ലാമികമായി ഈ വ്യക്തിക്ക് അനുവാദമുണ്ട് അവിടെ നിന്ന് പോകുന്നതിൻ്റെ ഇടക്ക് അത് ക്യാൻസൽ ചെയ്യാൻ. അങ്ങനെ അനുവാദമുള്ള സമയം, ആ സമയത്തിന്റെ ഇടക്ക് പോയിട്ട് ഇടപെടുന്നതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. കാരണം എന്താണ്? അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരാൾ ഇടപെട്ടാൽ അതിന് പ്രത്യേകിച്ച് ഫലമൊന്നുമില്ല, പിന്നെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ആ ഒരു സമയത്ത് അവർക്ക് ആ ഇടപാടിൽ നിന്ന് പിന്മാറാൻ അനുവാദമുള്ള സമയം എത്രയാണോ ആ സമയം എന്ന് പറയുന്നത് അവർ ആ ഇടപാട് നടന്ന സദസ്സിൽ ഇരിക്കുന്ന സമയമാണ്. അല്ലെങ്കിൽ അവരൊരു നിബന്ധന വെച്ചാൽ, ഒരാൾ വിൽക്കുന്ന സമയത്ത് പറയാണ് എനിക്ക് വേണമെങ്കിൽ 2-3 ദിവസം ഇത് ഇടപാട് ക്യാൻസൽ ചെയ്യാനുള്ള അനുവാദം ഞാൻ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ 2 ദിവസം ഇടപെടാൻ പാടില്ല. അപ്പൊ അവർക്ക് ഈ ഇടപാട് പരസ്പരം പിന്മാറാൻ അനുവാദമുള്ള സമയം എത്രയാണോ ആ സമയത്തിനിടക്ക് ഇടപെടുന്നതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അതിൽ ഇത്തിഫാഖുണ്ട്. അതായത് ആ ഒരു സമയത്ത് അവർക്കിടയിൽ പോയി ഇടപെടരുത്, കച്ചവടം മുടക്കുന്ന തരത്തിൽ ഇടപെടരുത് എന്നുള്ളത്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ എന്താണ്? ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ അവിടെയും പാടില്ല എന്നുള്ളതാണ് ശരിയായ അഭിപ്രായം. എന്തുകൊണ്ടാണ്? അവർ തമ്മിലുള്ള ഇടപാടൊക്കെ പൂർത്തിയായി, ഇനി അത് പിന്മാറാനൊന്നും അവസരമില്ല. എന്നാലും നമ്മൾ പോയി സംസാരിച്ചാൽ എന്ത് ചെയ്യും? അവർ പരസ്പരം വെറുപ്പുണ്ടാകും. അല്ലെ, ഇതിനേക്കാളും കുറഞ്ഞ വിലക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ അവനാ ഇടപാട് ക്യാൻസൽ ചെയ്യാൻ അവസരമില്ലെങ്കിലും അവന്റെ മനസ്സിൽ വിറ്റവനോട് വെറുപ്പുണ്ടാകും. അവനെ പറ്റിച്ചു അല്ലെങ്കിൽ അവൻ ചെയ്ത ഈ പ്രവൃത്തിയിൽ അവനൊരു വിഷമമുണ്ടാകും. അപ്പൊ അങ്ങനെ ചെയ്യരുത് എന്നാണ് ഇബ്ൻ റജബ് റഹിമഹുല്ലാ, അതുപോലെ ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ തുടങ്ങിയ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. അടുത്തതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അടുത്ത ഉപദേശം, 6ാമത്തെ ഉപദേശം, വകൂനു ഇബാദല്ലാഹി ഇഖ്വാന, നിങ്ങൾ അള്ളാഹുവിന്റെ അടിമകളും അതുപോലെ സഹോദരങ്ങളുമാവുക. അള്ളാഹുവിന്റെ അടിമകളായ നിങ്ങൾ പരസ്പരം സഹോദരങ്ങളാവുക. അപ്പൊ നേരത്തെ പറഞ്ഞ ഈ 5 കാര്യങ്ങളും അതിന്റെ ഒരു കാരണമായിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്കാര്യം പറയുന്നത്. ഈ പറഞ്ഞതൊക്കെ എന്തുകൊണ്ടാണ്? നിങ്ങൾ പരസ്പരം സഹോദരങ്ങളായി ഇരിക്കേണ്ടവരാണ്. അപ്പോൾ ഒരു മുസ്ലിമും മറ്റൊരു മുസ്ലിമും സഹോദരങ്ങളാണ്. അപ്പൊ ഈ സഹോദരൻ എന്നുള്ള വാക്ക്, ഉഖൂവത്ത്, സാഹോദര്യം എന്നുള്ള വാക്ക് നമുക്കറിയാം, അതിന്റെ അടിസ്ഥാനം ഒരേ മാതാപിതാക്കളുടെ മക്കൾക്കാണ് സഹോദരങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഒരേ മാതാപിതാക്കളുടെ മക്കളെ പോലെയാണ് എല്ലാ മുസ്ലിമീങ്ങളും. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ അസൂയ കാണിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വഞ്ചനയും അതുപോലെ പരസ്പരം വെറുപ്പും വിദ്വേഷവും ബന്ധം മുറിക്കലും ഇതൊന്നും ചെയ്യാൻ പാടില്ല. അതിന്റെ കാരണം ഇതാണ്, വകൂനു ഇബാദല്ലാഹി ഇഖ്വാന. ഇത് വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളതാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനീങ്ങൾ എന്ന് പറയുന്നത് പരസ്പരം സഹോദരങ്ങളാകുന്നു. ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിന്റെ സഹോദരനാണ്.
നോക്കൂ നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ കൊലപാതകത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ കൊലപാതകം ചെയ്തിട്ട് ആ കൊലയാളിയും കൊല്ലപ്പെട്ടവന്റെ കുടുംബവും തമ്മിലുള്ള ഇടപാട്, അവിടെ ആ നഷ്ടപരിഹാരം കൈമാറുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞത്? ഫമൻ ഉഫിയ ലഹു മിൻ അഖീഹി ഷൈഉൻ, അവരെന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്താൽ ആ ബാക്കിയുള്ള സംഖ്യ പെട്ടെന്ന് കൊടുക്കുക എന്നാണ് പറയുന്നത്. അല്ലെ, ഒരാളുടെ ജീവൻ കളഞ്ഞു, ഒരാളെ കൊന്നു, അതിനുള്ള ആ നഷ്ടപരിഹാരം എത്രയാണോ അതിൽ നിന്ന് വേണമെങ്കിൽ ഈ ബന്ധുക്കൾക്ക് ഒരു ഇളവ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇളവ് ചെയ്ത് കൊടുത്താൽ അത് പെട്ടെന്ന് ബാക്കിയുള്ള തുക കൊടുക്കുക എന്നാണ് ഈ ആയത്തിൽ പറയുന്നത്. അപ്പോൾ ഈ കൊലപാതകിയെയും കൊല്ലപ്പെട്ടവന്റെ കുടുംബത്തെയും കുറിച്ച് പറഞ്ഞപ്പോൾ ഈ വാക്കാണ് ഉപയോഗിച്ചത്, ഉഖുവത്ത് എന്നുള്ള വാക്കാണ്. ഫമൻ ഉഫിയ ലഹു മിൻ അഖീഹി, ആർക്കാണോ തന്റെ സഹോദരൻ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ കൊലപാതകം ചെയ്തിട്ടും അവർ തമ്മിൽ ഉള്ള സാഹോദര്യത്തിൽ മാറ്റമില്ല. കാരണം ഈ സാഹോദര്യത്തിന്റെ അടിസ്ഥാനം എന്താണ്? ഇന്നമൽ മുഅ്മിനൂന, മുഅ്മിനാണോ സഹോദരനാണ്. കൊലപാതകം ചെയ്തുകൊണ്ട് മുസ്ലിം അല്ലാതാകുന്നില്ല, മുഅ്മിൻ അല്ലാതാകുന്നില്ല. അതുപോലെ തന്നെ ദാവൂദ് അലൈഹി ഇസ്ലാമിന്റെ കഥയിൽ സൂറത്ത് സ്വാദില് ദാവൂദ് അലൈഹി ഇസ്ലാമിന്റെ മുമ്പിൽ കേസുമായിട്ട് രണ്ടാളുകൾ വന്നു. അപ്പോൾ അവർ പറഞ്ഞ എന്താണ്? ഇന്ന ഹാദ അഖി ലഹു 99 നാജ വലിയ നാജത്തുൻ വാഹിദ എന്ന് പറഞ്ഞിട്ട് അവർ തമ്മിലുള്ള കേസ് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ പറഞ്ഞ് തുടങ്ങുന്നത് എന്താണ്? ഇന്ന ഹാദ അഖി, ഇതെന്റെ സഹോദരനാണ്, അവൻ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഉഖുവത്ത് എന്ന് പറയുന്നത്, മുസ്ലിമീങ്ങൾ തമ്മിലുള്ള ഉഖുവത്ത്, അത് ഏത് സാഹചര്യത്തിലും ഉള്ളതാണ്. അത് ദീനിയായി പഴച്ചൊരു മുസ്ലിം ആണെങ്കിൽ പോലും അവന്റെ ആ സാഹോദര്യത്തിന്റെ അളവ് കുറയുമെന്ന് മാത്രം. ഒരു മിനിമം സാഹോദര്യം എല്ലാ മുസ്ലിമീങ്ങളും തമ്മിൽ എപ്പോഴും ഉള്ളതാണ്. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയൊരു നിഅമത്താണ്, അല്ലെ? അള്ളാഹു തആല പറഞ്ഞു വഅല്ലഫ ബൈന ഖുലൂബിഹിം, സഹാബത്തിനെ കുറിച്ച് പറയുകയാണ്. അവർ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ജാഹിലിയ കാലത്ത് പരസ്പരം യുദ്ധം ചെയ്തിരുന്നവരാണ്. അറബികൾ എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യത്തിന് യുദ്ധം ചെയ്യുമായിരുന്നു. അതുപോലെ അവർ പരസ്പരം യുദ്ധം ചെയ്താൽ അതിന്റെ പ്രതികാരം തലമുറകളോളം അവർ കൈമാറും. അങ്ങനെയുള്ള അവസ്ഥയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരികയും ഇവർ പരസ്പരം സഹോദരങ്ങളായി മാറുകയും ചെയ്തത്. അതിനെക്കുറിച്ച് അള്ളാഹു തആല പറയുകയാണ് വഅല്ലഫ ബൈന ഖുലൂബിഹിം, അള്ളാഹുവാണ് നിന്റെ കൂടെയുള്ള ഈ സഹാബത്തിനെ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിയത്. ലൗ അൻഫഖ്ത മാ ഫിൽ അർദി ജമിഅൻ, നീ ഭൂമിയിലുള്ള സ്വത്ത് മുഴുവനും ചെലവഴിച്ചാലും. അല്ലെ, സുൽഹ് ഉണ്ടാക്കാൻ പണ്ട് കാലത്ത് ഒരു സ്വീകരിക്കുന്ന ഒരു മാർഗം ഇതാണ്, പണം കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സുൽഹിന് വേണ്ടിയിട്ട് നടക്കുന്ന ആളുകൾക്ക് പണം ചോദിക്കാം, മറ്റുള്ളവരോട് കൈനീട്ടാനുള്ള അനുവാദമുണ്ട്. കാരണം എന്താ? രണ്ടാൾക്കാർ തമ്മിൽ പ്രശ്നമുണ്ട്, അപ്പോൾ അവർ തമ്മിൽ സുൽഹാക്കാൻ വേണ്ടി രണ്ടാൾക്കും വലിയൊരു സംഖ്യ കൊടുക്കും. ഇനി മുതൽ നിങ്ങൾ തമ്മിലുള്ള ഈ പ്രശ്നം അവസാനിപ്പിക്കണം, പ്രതികാരം ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ അതിനു വേണ്ടി നടക്കുന്ന ഒരാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ആളുകളോട് ചോദിക്കാം എന്നാണ്. അപ്പൊ അങ്ങനെ നീ ഭൂമിയുള്ള സ്വത്ത് മുഴുവൻ ചെലവഴിച്ചിരുന്നാൽ പോലും, ചെലവഴിച്ച് ശ്രമിച്ചാൽ പോലും മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം, ഇവർ തമ്മിൽ നന്നാക്കാൻ സാധിക്കുമായിരുന്നില്ല. അത്രയും വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു ജാഹിലിയ കാലത്ത് ആളുകൾക്കിടയിൽ. വലകിന്ന അല്ലാഹ അല്ലഫ ബൈനഹും, പക്ഷെ അള്ളാഹുവാണ് അവർ തമ്മിൽ ഇണക്കമുണ്ടാക്കിയത്. അപ്പൊ അള്ളാഹുവിന്റെ ഒരു നിഅമത്താണ് ഈ ഉഖുവത്ത് എന്ന് പറയുന്നത്. അത് നിലനിർത്താൻ വേണ്ട മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കണം. അത് നശിപ്പിക്കാനും ദുർബലമാക്കാനുമുള്ള കാരണങ്ങൾ ഉപേക്ഷിക്കുകയും വേണം. അങ്ങനെയുള്ള ചില കാരണങ്ങളാണ് ഈ കഴിഞ്ഞ ഉപദേശങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഓരോന്നും. അതെല്ലാം ഉപേക്ഷിക്കുക എന്നുള്ളത് അതിന്റെ ലക്ഷ്യം ഇതാണ്. വകൂനു ഇബാദല്ലാഹി ഇഖ്വാന. അടുത്ത കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറഞ്ഞ ഉപദേശം, ഏഴാമത്തെ കാര്യം, അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. അത് നേരത്തെ പറഞ്ഞു തന്നെയാണ്. എന്നിട്ട് ആ സാഹോദര്യത്തിന്റെ ഫലമായി ഓരോ മുസ്ലിമിലും തന്റെ സഹോദരങ്ങളോട് ഉണ്ടായിരിക്കേണ്ട ചില ഗുണങ്ങൾ വിശ്വാസം പറയുകയാണ്. ലാ യദ്ലിമുഹു, അവൻ തന്റെ സഹോദരനോട് ദുൽമു ചെയ്യരുത്. വലാ യഖ്ദുലുഹു, അവനെ കൈവിടുകയില്ല. എന്താണ് ഖുദ്ലാൻ എന്ന് പറഞ്ഞാൽ? സ്വന്തമായി ദുൽമു ചെയ്യുന്നില്ല, പക്ഷെ വേറൊരാൾ ദുൽമു ചെയ്യുകയാണെങ്കിൽ അവൻ ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് നോക്കി നിൽക്കുക, അതാണ് ഖുദ്ലാൻ എന്ന് പറയുന്നത്. അതും ചെയ്യുകയില്ല. വലാ യക്ദിബുഹു, അല്ലെ? ചില ആൾക്കാർ അങ്ങനെയായിരിക്കും, ആരോടും അവരൊരു ദുൽമു ചെയ്യൂല, പക്ഷെ അവന്റെ സ്വന്തം കാര്യം മാത്രം, മറ്റുള്ളവർ തമ്മിൽ പ്രശ്നങ്ങളോ എന്ത് നടന്നാലും അതിവനെ ബാധിക്കുന്നതല്ല, അതിൽ യാതൊരു ചിന്തയുമില്ല. അങ്ങനെ ആവരുത്. നമ്മളെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ ആക്രമിക്കപ്പെടുന്നവനെ സഹായിക്കണം. വലാ യക്ദിബുഹു, അവനോട് കളവ് പറയുകയില്ല. വലാ യഹ്ഖിറുഹു, അവനെ പുച്ഛിക്കുകയില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിമീങ്ങൾ പരസ്പരം കാണിച്ചിരിക്കേണ്ട ചില മര്യാദകൾ പഠിപ്പിക്കുകയാണ്. എന്തൊക്കെയാണ്? ഒന്ന്, അവൻ അക്രമം ചെയ്യുകയില്ല, അതുപോലെ കളവ് പറയുകയില്ല. അക്രമം ചെയ്യുകയില്ല, അക്രമം ചെയ്യാൻ വിട്ടുകൊടുക്കുകയില്ല, കളവ് പറയുകയില്ല, പുച്ഛിക്കുകയില്ല. ഇതിന്റെയൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മുസ്ലിമീങ്ങളോട് മാത്രമുള്ളതാണോ? അല്ല. ഒരാളോടും ദുൽമ ചെയ്യാൻ പാടില്ല, ഒരാളെയും വഞ്ചിക്കാൻ പാടില്ല, ഒരാളോടും കളവ് പറയാൻ പാടില്ല. ഇതൊക്കെ എല്ലാവരോടും ഉള്ളതാണ്.
പക്ഷെ മുസ്ലിമീങ്ങളോടാവുമ്പോൾ കുറച്ചുകൂടി അതിന് പ്രാധാന്യം കൂടുതലുണ്ട്. കാരണം മുസ്ലിമീങ്ങൾ പരസ്പരം സഹോദരങ്ങളാണ്. അതുകൊണ്ട് അതിന്റെ പ്രാധാന്യം കൂടുതലാണ്. അത് ഏത് മുസ്ലിമിനോടാണെങ്കിലും, ഏത് നാട്ടുകാരനാണെങ്കിലും. അല്ലെ, ഇപ്പോൾ പുച്ഛിക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ആളുകളെ പുച്ഛിക്കുകയില്ല. നമ്മളെ സ്റ്റേറ്റ് മാറിയാൽ പിന്നെ നമ്മുടെ സ്വഭാവം മാറി. രാജ്യം മാറിയാൽ കുറച്ചുകൂടി കുഴപ്പമില്ല, കുറച്ചുകൂടി അവർ ജാതി കുറഞ്ഞ പോലെയാണ്, അവരുടെ അഭിമാനം, അതിന്റെ വാല്യൂ കുറഞ്ഞു. അങ്ങനെയില്ല. അൽ മുസ്ലിമു അഖുൽ മുസ്ലിം എന്ന് പറഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യമൊക്കെ പറഞ്ഞത്. അപ്പോൾ ദുനിയാവിൽ ഏത് നാട്ടിലുള്ള മുസ്ലിം ആണെങ്കിലും, എത്ര വിവരം കുറഞ്ഞവനാണെങ്കിലും, എത്ര താഴ്ന്ന നിലവാരത്തിൽ ജീവിക്കുന്നവനാണെങ്കിലും, ഏതവസ്ഥയിലുള്ളവനാണെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങൾ ബാധകമാണ്. കാരണം ഇതാണ്, അൽ മുസ്ലിമു അഖുൽ മുസ്ലിം. നമുക്കറിയാം, സാഹോദര്യം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, അതിന്റെ അടിസ്ഥാനം ഒരേ മാതാപിതാക്കളുടെ മക്കളാണ് ഉഖുവത്ത് എന്ന് പറയുന്നത്. അവർക്കിടയിലുള്ള ബന്ധമാണ് സാഹോദര്യം, ഉഖുവത്ത് എന്ന് പറയുന്നത്. അങ്ങനെ ഒരേ രക്തത്തിൽ പിറന്നവരുടെ സാഹോദര്യത്തിന് ഉഖുവത്തുൻ നസബ് എന്ന് പറയും, കുടുംബ പരമ്പരയുടെ അടിസ്ഥാനത്തിലുള്ള സാഹോദര്യം. ദീനിന്റെ പേരിലുള്ള സാഹോദര്യത്തിന് ഉഖുവത്തുദ്ദീൻ എന്ന് നമ്മൾ പറയും. ഇതിലേതാണ് വലുത്? ദീനിന്റെ പേരിലുള്ള സാഹോദര്യമാണ്. അല്ലെ, നിങ്ങളുടെ സ്വന്തം രക്തത്തിലുള്ള സഹോദരൻ, ആ സഹോദരനേക്കാൾ പ്രധാനമാണ് ദീനിന്റെ പേരിലുള്ള നിങ്ങളുടെ മുസ്ലിമായ സഹോദരൻ. നമ്മുടെ സഹോദരൻ മുസ്ലിം ആയിരിക്കും, അതുകൊണ്ട് രണ്ട് ബന്ധവും അവനോടുണ്ടാകും. പക്ഷെ ഇതെപ്പോഴാണ് മനസ്സിലാവുക? അവൻ ദീനിലില്ലെങ്കിലോ, മുസ്ലിം അല്ലെങ്കിലോ? അതുകൊണ്ടാണ് നമുക്കറിയാം, സ്വത്ത് വീതിക്കുമ്പോൾ, ഒരാൾ മരിച്ചാൽ സ്വത്ത് വീതിക്കുമ്പോൾ മുസ്ലിം അല്ല ഒരവകാശിയെങ്കിലും സ്വത്ത് കൊടുക്കുമോ? ഇല്ല. അവിടെ രക്തത്തിന്റെ പേരിൽ സാഹോദര്യമുണ്ട്, പക്ഷെ ദീനിന്റെ പേരിൽ സാഹോദര്യമില്ല. രക്തത്തിന്റെ പേരിൽ, ആ രക്തബന്ധത്തിന്റെ പേരിലുള്ള സ്ഥാനമുണ്ട്, മകനാണ്, സ്വന്തം മകനാണ്. പക്ഷെ ദീൻ വേറെയാണ്. അങ്ങനെയാണെങ്കിലോ അവന് സ്വത്ത് കൊടുക്കുകയില്ല. ലാ യരിസുൽ മുസ്ലിമു അൽ കാഫിറ വലാ യരിസു അൽ കാഫിറുൽ മുസ്ലിം. പരസ്പരം സ്വത്ത് കൈമാറുകയില്ല മുസ്ലിമും കാഫിറും തമ്മിൽ. എന്തുകൊണ്ടാണ്? ഈ നസബിന്റെ അടിസ്ഥാനത്തിലുള്ള, കുടുംബ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ബന്ധത്തെക്കാളും പ്രധാനമാണ് ദീനിന്റെ പേരിലുള്ള ബന്ധം. അതുപോലെ ഈ ഹദീസിൽ പറഞ്ഞൊരു കാര്യം, ലാ യഖ്ദുലുഹു. ദുൽമ് എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമാണ്, മുമ്പ് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. യാ ഇബാദി ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി എന്നുള്ള ഹദീസിൽ അല്ലാഹു തആല സ്വന്തം നഫ്സിന് ഹറാമാക്കിയിട്ടുള്ളതാണ് ദുൽമ എന്ന് പറയുന്നത്. അത് നമ്മൾ അർബൻ നബിയിൽ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ഖുദലാൻ എന്ന് പറയുന്നത്, ഒരാൾ ആക്രമിക്കപ്പെടുമ്പോൾ നോക്കി നിൽക്കുക എന്ന് പറയുന്നത്, അതും തെറ്റാണ്. നമുക്ക് സഹായിക്കാൻ സാധിക്കുമെങ്കിൽ. സാധിക്കാത്ത കാര്യത്തിൽ നമുക്ക് ഉദറുണ്ട്, അല്ലെ? ചില ആൾക്കാർ ഇതിൽ പരിധി വിട്ടത് കാണാം, അല്ലെ? ലോകത്ത് എവിടെയെങ്കിലും മുസ്ലിമീങ്ങൾക്ക് ഒരു പ്രശ്നം നടക്കുമ്പോൾ അതിൽ ദുനിയാവിലെ എല്ലാ മുസ്ലിമീങ്ങളും ആയുധമെടുത്ത് ഇടപെട്ട് കൊള്ളണം. അങ്ങനെയില്ല. അത്തരം കാര്യങ്ങൾ ഭരണാധികാരികളെയാണ് അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള മുസ്ലിമീങ്ങൾക്ക് അവരുടെ പരിധിയിൽപ്പെട്ട ദുആയും മറ്റുള്ള സഹായങ്ങൾ എന്താണ് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. നമ്മുടെ കഴിവിൽ പെടാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആളുകളെ വികാരം കൊള്ളിക്കുന്നത് കൊണ്ട് ഫസാദ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മെക്കൊണ്ട് സഹായിക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ ഒരാൾ ആക്രമിക്കപ്പെടുന്നത് കണ്ടാൽ സഹായിക്കൽ നിർബന്ധമാണ്. ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇമാമിൻ ഇംരി മുസ്ലിമിൻ, ഇമാം അഹ്മദ് ഉദ്ധരിച്ച ഹദീസാണ്. ഏതൊരു മുസ്ലിമായ വ്യക്തിയാണോ യഖ്ദുലു ഇംറഅ മുസ്ലിമൻ, മറ്റൊരു മുസ്ലിമിനെ കൈവിടുന്നത്, ഇങ്ങനെ അവൻ ആക്രമിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ അവൻ വഞ്ചിക്കപ്പെടുമ്പോൾ അവനെ സഹായിക്കാതെ ഉപേക്ഷിക്കുന്നത്, ഫി മൗദിഇൻ തുൻതഹഖു ഫീഹി ഹുർമതുഹു, അവന്റെ ഹുർമത്ത്, അവന്റെ ആ പവിത്രത, ഒരു മുസ്ലിം എന്നുള്ള അവന്റെ മഹത്വം, അത് കളങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിൽ തന്റെ സഹോദരനെ കാണുകയും എന്നിട്ട് കൈവിടുകയും ചെയ്യുന്നത്, വയുൻതഖസു ഫീഹി മിൻ ഇർദിഹി, അതുപോലെ അവന്റെ അഭിമാനം മറ്റൊരാൾ അപഹരിക്കുന്നത് കാണുന്നത്, എന്നിട്ട് നോക്കി നിൽക്കുന്നത്, ഇല്ല ഖദലഹു അല്ലാഹു ഫി മൗത്തിൻ യുഹിബ്ബു ഫീഹി നുസ്റതഹു, ഈ നോക്കി നിന്നവന് ഇതേ അവസ്ഥ അള്ളാഹു കൊടുക്കും. അവനെ ആക്രമിക്കുമ്പോൾ തന്നെ ആരെങ്കിലും സഹായിച്ചിരുന്നെങ്കിൽ എന്നവൻ ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥ അള്ളാഹുവിന് കൊടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കാണാം. അതുപോലെ ഈ ഹദീസിൽ പറഞ്ഞ ഈ 7ാമത്തെ ഉപദേശത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുസ്ലിം തന്റെ സഹോദരനോട് കാണിക്കേണ്ട മര്യാദകളായി പഠിപ്പിച്ച ഒരു കാര്യം, ലാ യക്ദിബുഹു, കളവ് പറയുക ഇല്ല എന്നുള്ളതാണ്. അല്ലെ, കളവ് പറയുക എന്ന് പറയുന്നത് വളരെ മോശമായൊരു സ്വഭാവമാണ്. അല്ലാഹു തആല നമ്മെ കാത്തു രക്ഷിക്കട്ടെ. കളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ ഇഖ്ബാറു ബി ഖിലാഫിൽ വാഖി, യഥാർത്ഥത്തിൽ സംഭവിച്ചതിന് വിരുദ്ധമായി, അതിൽ നിന്ന് വ്യത്യസ്തമായി അതിനെ വിവരിച്ചു കൊടുക്കുക. അല്ലെ, ഒരു കാര്യം സംഭവിച്ചത് ഒരു നിലക്കാണ്, അതിനെതിരായിട്ട് പറയുക, യാഥാർത്ഥ്യത്തിന് വിരുദ്ധമായി സംസാരിക്കുക. അതാണ് കദിബ് എന്ന് പറയുന്നത്. അത് കരുതി കൂട്ടി പറയണം എന്നുണ്ടോ? അല്ലെ, ഒരാള് നമ്മളോട് ചോദിച്ചു, ഒരു കാര്യം ചോദിച്ചു, നമ്മുടെ ധാരണക്കനുസരിച്ച് നമ്മൾ പറഞ്ഞു, പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെ ആയിരുന്നില്ല. അങ്ങനെ നമ്മൾ സംസാരിച്ചാൽ അത് കളവാണോ? അതും കളവാണ്.
ഇമാം നവവി റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം. അങ്ങനെ കരുതിക്കൂട്ടി പറഞ്ഞാലേ കളവാവുകയുള്ളൂ എന്നുള്ളത് മുഅ്തസിലിയാക്കളുടെ വാദമാണ്. പക്ഷെ കുറ്റമില്ല, അതിനെ കളവ് എന്ന് പറയാം. നമ്മൾ പറയുന്ന വാക്ക് യാഥാർത്ഥ്യത്തിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിൽ, അത് യാഥാർത്ഥ്യത്തിന് വിരുദ്ധമാണെങ്കിൽ ആ പറഞ്ഞത് കളവാണ്. എന്നാൽ അതിന് കുറ്റമില്ല, കരുതിക്കൂട്ടി ചെയ്തതല്ലെങ്കിൽ കുറ്റമില്ല. മറ്റൊരു മസ്അല കളവുമായി ബന്ധപ്പെട്ട് മുബാലഗത്ത്, അതിശയോക്തി എന്ന് പറയുന്നത് അത് കളവാണോ? ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ സാധാരണ പറയാറുണ്ട്, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് ചെയ്താൽ, കുട്ടികളൊക്കെ ചെയ്താൽ അധ്യാപകർ രക്ഷിതാക്കളൊക്കെ പറയും അല്ലെ, ഒരു 100 പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത് ചെയ്യരുത് എന്ന് പറയും. ഇപ്പോൾ 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവോ? ശരിക്ക് 2 പ്രാവശ്യം 3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവുള്ളൂ അല്ലെ. 2 പ്രാവശ്യം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 100 നേരെ, അതിൻ്റെ ഇടയിൽ പിന്നെ ഇല്ല. അത് കളവാണോ? അത് കളവല്ല. അതിന് മുബാലഗത്ത് എന്നാണ് പറയുക, അതിശയോക്തി എന്നാണ് പറയുക. അത് കളവല്ല. എന്താണ് തെളിവ് ഇങ്ങനെ പറയുന്നത് തെറ്റല്ല എന്നുള്ളതിന്? ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്ത്രീ അഭിപ്രായം ചോദിച്ചു വിവാഹത്തിന്റെ കാര്യത്തിൽ. 3 ആളുകൾ വിവാഹം അന്വേഷിച്ചിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ കുറിച്ച് പറഞ്ഞു, സ്വഹാബത്താണ്, പക്ഷെ അവരുടെ ന്യൂനതകൾ പറഞ്ഞു കൊടുത്തു. കാരണം ഇവിടെ ന്യൂനത പറയേണ്ട സന്ദർഭമാണ്. അമ്മ അബൂ ജഹം, അതിലൊരാൾ അബൂ ജഹം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഫലാ യദഉൽ അസാ അൻ ആതിഖിഹി, അദ്ദേഹം വടി തോളിൽ നിന്ന് വെക്കുകയില്ല. എന്താണ് ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം നിരന്തരം യാത്രയിലായിരിക്കും. അപ്പോൾ പണ്ട് കാലത്ത് യാത്ര ചെയ്യുമ്പോൾ വടിയും പിടിച്ചിട്ടാണ് യാത്ര പുറപ്പെടുക. കാരണം ഒട്ടകത്തിന്റെ പുറത്തായിരിക്കും അല്ലെങ്കിൽ കുതിരപ്പുറത്തായിരിക്കും. അപ്പോൾ അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി തോളിൽ വടി ഉണ്ടാകും. ഫലാ യദഉൽ അസാ അൻ ആതിഖിഹി എന്ന് പറഞ്ഞാൽ വടി നിലത്ത് വെക്കൂല. അങ്ങനെയാണോ? ഒരിക്കലും വടി നിലത്ത് വെക്കാതെയാണോ ഉണ്ടാവുക? അല്ല. ഇതിനാണ് മുബാലഗത്ത് എന്ന് പറയുന്നത്, തെറ്റല്ല. അതുപോലെ തന്നെ കളവുമായി ബന്ധമുള്ള മറ്റൊരാളാണ് തൗരിയ എന്ന് പറയുന്നത്. തൗരിയ എന്ന് പറഞ്ഞാൽ അർദ്ധസത്യം. തൗരിയത്തിന്റെ നിർവചനം ഇങ്ങനെയാണ്: ഇസ്തിഅമാലു ലഫ്ളിൻ ലഹു അക്സറു മിൻ മഅന, 2 അർത്ഥം അല്ലെങ്കിൽ 2ൽ കൂടുതൽ അർത്ഥമുള്ള ഒരു വാക്ക് ഉപയോഗിക്കുക. ബിഖസ്ദി ഖിലാഫിൽ മഅന അല്ലദി യظنഹു സാമി, കേൾക്കുന്നവൻ വിചാരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ അർത്ഥമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു വാക്കിന് 2 അർത്ഥമുണ്ട്, അതിൽ കേൾക്കുന്നവൻ ഇന്ന അർത്ഥമായിരിക്കും മനസ്സിലാക്കുക എന്ന് നമുക്കറിയാം, പക്ഷെ നമ്മൾ അതല്ല ഉദ്ദേശിക്കുന്നത്. അതിനാണ് തൗരിയ എന്ന് പറയുക. തൗരിയ പാടുണ്ടോ? അങ്ങനെ പറയാൻ പാടുണ്ടോ? 4 അഭിപ്രായമുണ്ട് പണ്ഡിതന്മാർ. ചില ഉലമാക്കൾ അത് ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം കളവ് പോലെ തന്നെയാണ്. അല്ലെങ്കിൽ കേൾക്കുന്നവന് മനസ്സിലാകുന്നത് യാഥാർത്ഥ്യമല്ല, കളവാണ്. അവന് കിട്ടുന്ന വിവരം അത് കളവാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് ഹറാമാണെന്ന് പറഞ്ഞവരുണ്ട്. ജായിസാണ് സത്യം ചെയ്തിട്ടില്ലെങ്കിൽ, വല്ലാഹി എന്ന് പറയാതെ പറഞ്ഞാൽ ജായിസാണ് എന്ന് പറഞ്ഞവരുണ്ട്. 3ാമത്തെ അഭിപ്രായം കറാഹത്താണ് എന്ന് പറഞ്ഞവരുണ്ട്. 4ാമത്തെ അഭിപ്രായം എന്താണ് കറാഹത്ത് എന്ന് പറയാൻ കാരണം? കറാഹത്ത് എന്ന് പറയാൻ കാരണം ഈ തൗരിയ കൂടുതലായി ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അവന് ആളുകൾ വിശ്വസിക്കാതെയാവും. അപ്പം അതിലൊരു മഫ്സദത്തുണ്ട്, ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് കറാഹത്താണെന്ന് പറഞ്ഞവരുണ്ട്. നിരുപാധികം ജായിസാണ്, വല്ലാഹി എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിലും പറയാം എന്ന് പറഞ്ഞവരും ഉണ്ട്. എന്താണ് ശരി? ഇതിൽ അവസാനത്തേത് നിരുപാധികം ജായിസാണ് എന്നതാണ് ഇമാം ഇബ്നു മുഫ്ലിഹ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ആദാബ് ശറയ്യയിൽ തർജീഹ് ചെയ്തിട്ടുള്ളത്. അലാദാബ് ശറയ്യ എന്നുള്ളത് വളരെ മനോഹരമായ കിതാബാണ്. ഇമാം ഇബ്നു മുഫ്ലിഹ് റഹിമഹുല്ലാഹ് രചിച്ചിട്ടുള്ള കിതാബാണ്. ആ കിതാബ് അദബുകളെ കുറിച്ച് സാധാരണഗതിയിൽ എഴുതുന്ന കിതാബുകളെ പോലെ ഒരു ഉപദേശമല്ല. ഉപദേശങ്ങളുണ്ട്, അതോടൊപ്പം ആദാബുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഫിഖ്ഹിയായ ഹുക്മുകൾ. ഇപ്പോൾ കളവിനെ കുറിച്ച് സാധാരണ ഒരു കിതാബിൽ പറയുകയാണെങ്കിൽ കളവിനെ കുറിച്ച് കുറെ കളവിന്റെ അപകടങ്ങൾ, കളവ് കൊണ്ടുള്ള ശിക്ഷ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ അതിന്റെ ഫിഖ്ഹിയായ അഹ്കാമുകൾ, കളവ് പറഞ്ഞാലുള്ള അത് വ്യത്യസ്ത സാഹചര്യങ്ങൾ, അതിന്റെ വിധികളെ കുറിച്ചൊക്കെ ഹറാമ് ഹലാലുകൾ വിശദീകരിക്കും ഇബ്നു മുഫ്ലിഹ് റഹിമഹുല്ലാഹ്. കാരണം അദ്ദേഹം ഫഖീഹാണ്. അപ്പം അദ്ദേഹം തർജീഹ് ചെയ്യുന്നതിന് ഒരു മൂല്യമുണ്ട്. അദ്ദേഹം ഇത് ഇബ്നു തൈമിയ്യയുടെ അറിയപ്പെട്ട ശിഷ്യനാണ്. അദ്ദേഹം ജായിസാണ് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ജായിസ് എന്ന് പറഞ്ഞത്? ജായിസ് എന്ന് പറയാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. തൗരിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചത് തന്നെ ആവശ്യത്തിന് വേണ്ടി മാത്രമായിരുന്നോ? അല്ല, ഒരാവശ്യമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൗരിയ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നിരുപാധികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗിച്ചിട്ടുള്ള ഒരു സംഗതിയാണ് തൗരിയ എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ അത് ഹറാമെന്നോ കറാഹത്തോ എന്ന് പറയാൻ യാതൊരു വകുപ്പുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഉപയോഗിച്ചതിൽ ഒരു ഉദാഹരണമാണ് അബൂദാവൂദും തിർമിദിയും ഒക്കെ ഉദ്ധരിച്ച ഹദീസിൽ കാണാം. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരാൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയും, യാ റസൂൽ അല്ലാഹ് ഇഹ്മിൽനി, അല്ലാഹുവിന്റെ റസൂലെ എന്നെ വാഹനപ്പുറത്ത് കൊണ്ടുപോകണം. യുദ്ധത്തിനായിരിക്കാം. വാഹനമില്ലാത്ത ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്ന് വാഹനം ചോദിക്കും. അങ്ങനെ ഒരാൾ ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്ന ഹാമിലൂക അലാ വലദിൻ നാഖ, ഒരു ഒട്ടകക്കുട്ടിയുടെ പുറത്ത് നിന്നെ
കയറ്റാം, ഞങ്ങൾക്കൊരു ഒട്ടകക്കുട്ടിയെ തരാം വാഹനമായിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, യാ റസൂലല്ലാഹ് വമാ അസ്നഉ ബിവലദിന്നാക, ഒട്ടകത്തിന്റെ കുട്ടിയെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ്? ചെറിയ ഒട്ടകത്തിന്റെ കുട്ടി, അതിന്റെ പുറത്ത് കയറാൻ പറ്റില്ല. അപ്പോൾ നബി സല്ലല്ലാഹു പറഞ്ഞു, വഹൽ തലിദുൽ ഇബിലു ഇല്ല നൂഖ്, ഒട്ടകമല്ലാതെ വേറെ ആരാണ് ഒട്ടകത്തെ പ്രസവിക്കുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാ ഒട്ടകവും ഒട്ടകത്തിന്റെ കുട്ടി തന്നെ അല്ലേ എന്നർത്ഥം. അത് പ്രായമായാലും അതൊരു ഒട്ടകത്തിന് ജനിച്ചത് തന്നെയല്ലേ എന്നർത്ഥം. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാതൊരു ആവശ്യവുമില്ല, ഒരു തമാശക്ക് വേണ്ടി തൗരിയ ഉപയോഗിച്ചു. ഇയാൾ വിചാരിച്ച ചെറിയ കുട്ടിയാണ്, ഒട്ടകത്തിന്റെ ചെറിയ കുട്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത് വളർച്ചയെത്തിയ ഒട്ടകം തന്നെയായിരുന്നു. അപ്പോൾ തൗരിയ ജായിസാണ്, പക്ഷേ അതിന്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെ ആയിരിക്കും. നമ്മളിങ്ങനെ നിരന്തരം ഇത് ഉപയോഗിച്ചാൽ ആളുകൾ നമ്മൾ വിശ്വസിക്കുകയില്ല, അതിന് ആരാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടാവുകയില്ല. അടുത്തൊരു മസല, കളവ് അനുവദിക്കപ്പെട്ട സന്ദർഭങ്ങൾ ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം 3 സന്ദർഭങ്ങൾ. ലാ യസ്ലുഹുൽ കദിബു ഇല്ലാ ഫീ 3, 3 സന്ദർഭത്തിലല്ലാതെ കളവ് പറയരുത്. ഫി സുൽഹി, സുൽഹുണ്ടാക്കാൻ വേണ്ടി. അഫിൽ ഹർബ്, യുദ്ധത്തിന്റെ കാര്യത്തിൽ. അല്ല, യുദ്ധത്തിന് എല്ലാ രഹസ്യങ്ങളും പുറത്തുവിടുകയില്ല. യുദ്ധതന്ത്രങ്ങൾ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതിന് വിരുദ്ധമായിട്ടായിരിക്കും പുറത്തുവിടുക. അപ്പോൾ എതിരാളികൾ അങ്ങനെ പ്രതീക്ഷിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന പ്ലാനിന് വിരുദ്ധമായ കാര്യങ്ങളായിരിക്കും പ്രസ്താവനകളായി പുറത്തു പറയുക. അതിന് അനുവാദമുണ്ട്. വഫി കദിബിർ റജുലി അലാ സൗജതിഹി വസൗജതി അലാ സൗജിഹ, ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം കളവ് പറയുന്നത്. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം എന്താ കളവ് പറയാ? നമുക്കറിയാം, ചില സന്ദർഭങ്ങളിൽ കളവ് പറയേണ്ടി വരും. ഇപ്പോൾ ഒരു ഭാര്യ ഭർത്താവിനോട് ചോദിക്കുമെന്ന് വിചാരിക്കാം, നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? കളവ് പറയേണ്ടി വരും ചിലപ്പോൾ ചില ആളുകൾക്ക്. അങ്ങനെ അത്തരം സാഹചര്യങ്ങളിൽ കളവ് പറയാൻ അനുവാദമുണ്ട്. 3 സന്ദർഭങ്ങൾ കളവ് പറയാൻ അനുവാദമുണ്ട്. ഇത് ഹദീസാണോ അതല്ല ഇമാം സുഹരി റഹ്മഹുല്ലാ പറഞ്ഞിട്ടുള്ള അസറാണോ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ളതാണ് ഈ ഹദീസ്. പക്ഷേ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കല്ല, ഇമാം സുഹരിയുടെ വാക്കാണ് എന്നതാണ് കൂടുതൽ ശരിയായ അഭിപ്രായം. പക്ഷേ ഇക്കാര്യത്തിൽ ഇജ്മാ ഉണ്ട്. ഈ പറഞ്ഞ 3 സന്ദർഭങ്ങൾ ഇളവുണ്ട് എന്നതിൽ ഇജ്മാ ഉണ്ട് എന്ന് ഖാദി ഇയാദ് റഹിമഹുല്ലാ പറഞ്ഞത് കാണാം. അപ്പോൾ ഇക്കാര്യത്തിൽ തർക്കമില്ല, ഈ 3 സന്ദർഭത്തിലും കളവിന് അനുവാദമുണ്ട്. അതുപോലെ മറ്റൊരു ഹദീസ് സഹീഹ് ബുഖാരിയിൽ വന്നിട്ടുണ്ട്, ലൈസൽ കദ്ദാബ് അല്ലദി യുസ്ലിഹു ബൈന ഇസ്നൈൻ, 2 പേർക്കിടയിൽ സുൽഹ് ഉണ്ടാക്കുന്നവൻ കദ്ദാബല്ല എന്ന് പറഞ്ഞാൽ കളവ് പറയാമെന്നർത്ഥം. 2 പേർ തമ്മിൽ പ്രശ്നമുണ്ട്, എങ്ങനെയാണ് സുൽഹ് ഉണ്ടാക്കാൻ വേണ്ടി കളവ് പറയാ? ഇപ്പോൾ 2 ആളുകൾ തമ്മിൽ തെറ്റി നിൽക്കുകയാണ്, നമുക്ക് അവർ 2 ആളെയും പരിചയമുണ്ട്. അപ്പോൾ നമ്മൾ പോയിട്ട് അവരോട് സംസാരിക്കും. ഒരാളുടെ അടുത്ത് പോയി അവൻ മറ്റേ ആളെ കുറിച്ച് കുറേ ചീത്ത പറഞ്ഞു. 2ാമത്തെ അടുത്ത് പോയി അവൻ 1ാമത്തവനെ കുറിച്ചും കുറേ ചീത്ത പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വീണ്ടും 1ാമത്തെ ആളുടെ അടുത്ത് പോയിട്ട് പറയും, മറ്റവൻ എന്നെപ്പറ്റി ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. എന്ത്? ആ പറഞ്ഞിട്ട് നേരെ വിപരീതം, അവന് നിന്നോട് ഇത്ര ഇഷ്ടമുണ്ട്, നിനക്ക് വേണ്ടി അവൻ മരിക്കാൻ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെന്ത് ചെയ്യും? നിന്നോട് തെറ്റിയതിൽ അവന് വിഷമമുണ്ട് എന്നൊക്കെ പറയും. തിരിച്ച് ഇവനോട് ഇത് കുറ്റകരമല്ല. ഇങ്ങനെ പറയുന്നത്, സുൽഹ് ഉണ്ടാക്കാൻ വേണ്ടി കളവ് പറയുന്നത് തെറ്റല്ല. ഇനി ഒരു മസല, ഈ സുൽഹ് ഉണ്ടാക്കുന്ന വിഷയത്തിൽ 2 ആൾ തമ്മിൽ സുൽഹ് ഉണ്ടാക്കുകയാണ്. അതിൽ ഒരു കക്ഷി നമ്മൾ തന്നെയാണ്, നമ്മളും നമ്മുടെ ഒരു സുഹൃത്തും തമ്മിലൊരു പ്രശ്നമുണ്ട്. അപ്പോൾ നമുക്ക് അവനോട് കളവ് പറയാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ അവനോടൊരു ദുൽമ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കാം, അങ്ങനെ ബന്ധം മുറിഞ്ഞു. അവനോട് പോയിട്ട് നമ്മൾ ആ സംഭവിച്ചതിനെ പറ്റി, നമ്മൾ ചെയ്ത തെറ്റിനെ പറ്റി, അത് ഞാൻ ഇങ്ങനെയല്ല ചെയ്തത്, ഇങ്ങനെയാണ് ചെയ്തത് എന്ന് പറഞ്ഞ് കളവ് പറയാൻ പറ്റുമോ? അതും പറ്റും എന്നാണ് പല ഉലമാക്കളും പറഞ്ഞിട്ടുള്ളത്. അതാണ് ശരി. എന്തുകൊണ്ടാണ്? കാരണം വ്യത്യാസമൊന്നുമില്ല. ഇവിടെയും സംഭവിക്കുന്നത് സുൽഹാണ്. 2 ആളുകൾ തമ്മിൽ, 2 മുസ്ലിമുകൾ തമ്മിലുള്ള ബന്ധം നന്നാക്കാൻ വേണ്ടി കളവ് പറയുന്നു എന്നതാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഇതാണ് കളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മസലകൾ. അടുത്ത ഉപദേശം, 8ാമത്തെ ഉപദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഈ ഹദീസിൽ, അത്തഖ്വ ഹാഹുന വയുഷീറു ഇലാ സദ്രിഹി 3 മറത്ത്, 3 പ്രാവശ്യം നെഞ്ചിലേക്ക് ചൂണ്ടിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തഖ്വ ഹാഹുന, തഖ്വ ഇവിടെയാകുന്നു എന്ന് പറഞ്ഞു. തഖ്വ ഖൽബിലാകുന്നു. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? ചില ആളുകൾ ഇത് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രവൃത്തി എന്തായാലും കുഴപ്പമില്ല, മനസ്സിൽ തഖ്വ ഉണ്ടായാൽ മതി, മനസ്സിൽ വിശ്വാസം ഉണ്ടായാൽ മതി എന്നാണ് പലരുടെയും ധാരണ. അതൊരിക്കലും ശരിയല്ല. മറ്റൊരു ഹദീസിൽ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കിയിട്ടുണ്ട്, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വ അംവാലിക്കും, അല്ലാഹു നിങ്ങളുടെ രൂപത്തിലേക്കോ സ്വത്തിലേക്കോ നോക്കുന്നില്ല, വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വ അഅമാലിക്കും, നിങ്ങളുടെ ഖൽബിലേക്കും അമലിലേക്കുമാണ് അല്ലാഹു നോക്കുന്നത്. അപ്പോൾ അമൽ എന്ന് പറഞ്ഞാൽ എവിടെയാണ് കാണുക? പുറത്താണ്. അത് ഖൽബിന്റെ ഉള്ളിലല്ലല്ലോ അമൽ എന്ന് പറയുന്നത്. അപ്പോൾ അല്ലാഹു നോക്കുന്നത് ഖൽബിലേക്കും പുറത്തുള്ള അമലിലേക്കുമാണ്.
പിന്നെ രൂപം അള്ളാഹു നോക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ വസ്ത്രവും അതുപോലെ ശരീരത്തിന്റെ ഭംഗിയും ആരോഗ്യവും ഇതൊന്നും അള്ളാഹുവിന് വിഷയമല്ല എന്നർത്ഥം. അത് തന്നെയാണ് ഇവിടെയും അത്തഖ്വ ഹാഹുന, തഖ്വ മനസ്സിലാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. തഖ്വ എന്ന് പറയുന്നത് മനസ്സിലും അതുപോലെ തന്നെ ആ മനസ്സ് നന്നായാൽ അതിന്റെ അടിസ്ഥാനത്തിലുള്ള സ്വാലിഹായ അമലുകൾ ഉണ്ടാകും. അതിലൊക്കെയാണ് തഖ്വ എന്ന് പറയുന്നത്. അതല്ലാതെ അതിന് പുറമേയുള്ള ബാഹ്യമായ കാര്യങ്ങൾ, ദീനിയായിട്ടുള്ള ഇബാദത്തുകളും അമലുകളും ഒഴിച്ചു നിർത്തിയാൽ ഉള്ള നമ്മുടെ ബാഹ്യമായ കാര്യങ്ങൾ, ഒരാളുടെ ഭംഗി, നിറം, ആരോഗ്യം, വസ്ത്രം, ഇതിലൊന്നും കാര്യമില്ല എന്നർത്ഥം. അടുത്ത ഉപദേശം, 9ാമത്തെ കാര്യം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ബിഹസ്ബി ഇംറിഇൻ മിന ശർ, ഒരു മനുഷ്യന് ഷർറായിട്ട് ഇത് മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം പറയുകയാണ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഷർ എന്നതുകൊണ്ട് ഒരാൾക്കൊരു ശിക്ഷയായി അള്ളാഹു ഒരാളെ തരം താഴ്ത്തി അവനെ ശിക്ഷിച്ചു, അവന് ഒരു നാശം കൊടുത്തു എന്ന് പറയാം. ഈ സ്വഭാവം അവനുണ്ടെങ്കിൽ ഈ സ്വഭാവം തന്നെ മതി അവനൊരു അദാബായിട്ട്. എന്താണത്? അയ്യഹ്കിറ അഖാഹുൽ മുസ്ലിം, മുസ്ലിമായ തന്റെ സഹോദരനെ പുച്ഛിക്കുക എന്നുള്ളത്. അല്ല, ചില ആളുകൾ കാണാം അവരുടെ ഒരു ഇഷ്ട വിനോദമായിരിക്കും ഒരാളെ പുച്ഛിക്കുക എന്നുള്ളത്. അത് ആള് മാറിക്കൊണ്ടിരിക്കും, പക്ഷെ ആരെങ്കിലുമൊക്കെ അവർ പുച്ഛിച്ചുകൊണ്ടിരിക്കും എന്നും. അത് ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിൽ അവന്റെ ഇരകൾ മാറിക്കൊണ്ടിരിക്കും, പക്ഷെ എപ്പോഴും അവനൊരു ഇരയുണ്ടാകും അവന്റെ മുന്നിൽ, അവരെ പുച്ഛിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നിസ്സാരമാക്കുക, പുച്ഛിക്കുക ഒരു മുസ്ലിമിനെ എന്നുള്ളത് അത് അവന്റെ കഥ കഴിഞ്ഞു, അവന് വലിയൊരു ശിക്ഷ കിട്ടി എന്നതിന്റെ അടയാളമാണ് എന്നാണ് വിശ്വാസം പറയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാനുള്ള കാരണം വേറൊരു ഹദീസിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബ്ർ, ഒരു ചെറിയ ഉറുമ്പിന്റെ അത്രയും കിബ്ർ മനസ്സിലുള്ളവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ കിബ്റുള്ളവനാണ് മറ്റുള്ളവരെ പുച്ഛിക്കുക. കാരണം മറ്റൊരുത്തനെ പുച്ഛിക്കണമെങ്കിൽ അവൻ എന്നെക്കാൾ നിസ്സാരനാണ് എന്ന് എനിക്ക് തോന്നണം. അത് തോന്നിയതോടുകൂടി അവൻ അഹങ്കാരിയായി. അഹങ്കാരി, കിബ്റുള്ളവൻ ലൻ യദ്ഖുലുൽ ജന്നത ഇല്ലാ മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബ്ർ എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ പുച്ഛിക്കുന്ന ആളുകൾക്ക് നാളെ ആഖിറത്തിൽ വരാനിരിക്കുന്ന അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും പറയുന്നത് കാണാം. ഇന്നഹു കാന ഫരീഖും മിൻ ഇബാദി യഖൂലൂന റബ്ബന ആമന്ന ഫഗ്ഫിർ ലനാ വർഹംന, അല്ലെ, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് ദുആ ചെയ്ത് അങ്ങനെയൊക്കെ നടക്കുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. ഫത്തഖതുമൂഹും സിഖ്രിയൻ ഹത്ത അൻസൗകും ദിക്രി, അങ്ങനെ നിങ്ങൾ അവരെ പരിഹസിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പരിഹസിച്ച് ഹത്ത അൻസൗകും ദിക്രി, നിങ്ങൾ എന്നെ മറന്നു. അതായത് ഇവരെ പരിഹസിക്കുകയും പുച്ഛിക്കുകയൊക്കെ ചെയ്യുന്ന തിരക്കിൽ അള്ളാഹുവിനെ മറന്നു. വകുൻതും മിൻഹും തദ്ഹഖൂൻ, നിങ്ങൾ അവരെ പരിഹസിച്ചിരിക്കുമായിരുന്നു. ഇന്നി ജസൈതുഹുമുൽ യൗമ ബിമാ സബറു, അവരതൊക്കെ സഹിച്ചു ക്ഷമിച്ചു, അതിന് ഞാൻ അവർക്ക് പ്രതിഫലം കൊടുത്തു. എന്താണ്? അന്നഹും ഹുമുൽ ഫായിസൂൻ, അവരാണെന്ന് വിജയിക്കാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനെ പരിഹസിക്കുന്ന ആളുകൾ ഈ അവസ്ഥ വരും എന്ന് പേടിക്കുക. അടുത്ത ഉപദേശം, 10ാമത്തെ കാര്യം ഈ ഹദീസിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാം, ഒരു മുസ്ലിമിന്റെ എല്ലാം മറ്റൊരു മുസ്ലിമിന് ഹറാമാണ്. എന്തൊക്കെയാണ് ഹറാമാക്കിയിട്ടുള്ളത്? ദമുഹു വമാലുഹു വഇർദുഹു, അവന്റെ രക്തം, അവന്റെ സമ്പത്ത്, അവന്റെ അഭിമാനം. എന്താണ് രക്തം ഹറാമാക്കി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? അവന്റെ രക്തം ചിന്താൻ, അവനെ കൊല്ലാൻ അല്ലെങ്കിൽ അവന് ഒരു പരിക്കുണ്ടാക്കാൻ, അവന്റെ ശരീരത്തിൽ നിന്ന് രക്തം ചിന്താൻ അനുവാദമില്ല. ദമുഹു വമാലുഹു, അവന്റെ സമ്പത്ത്, അത് മോഷ്ടിക്കാനോ വഞ്ചനയിലൂടെ കൈക്കലാക്കാനോ അനുവാദമില്ല. അവൻ തൃപ്തിപ്പെടുന്ന തരത്തിലുള്ള കച്ചവടത്തിലൂടെ മാത്രം. അതല്ലാത്ത ഒരു രൂപത്തിൽ അവന്റെ സമ്പത്ത് കയ്യിലാക്കിയാൽ അത് ഹറാം. വഇർദുഹു, അവന്റെ അഭിമാനം. അഭിമാനം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായത് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇർദ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുടുംബമാണ്, ഭാര്യയും മക്കളും. അപ്പോൾ ഏറ്റവും പ്രധാനമായി ഇർദ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യഭിചാരമാണ്, സിന. അല്ലെ, മറ്റൊരാളുടെ മഹ്റമുമായി അല്ലെങ്കിൽ അവന്റെ ഭാര്യയുമായി അവന്റെ പെൺകുട്ടികളുമായി ഇങ്ങനത്തെ ഹറാമായ ബന്ധം, അതാണ് ഒന്നാമത്തെ കാര്യം. അതുപോലെ തന്നെ അവനെ അപമാനിക്കുന്ന രീതിയിലുള്ള സംസാരം, അതെല്ലാം ഒരാളുടെ അഭിമാനത്തിൽ കൈവെക്കുന്നതിന്റെ രൂപങ്ങളാണ്. ഇതെല്ലാം ഹറാമാക്കിയിരിക്കുന്നു. ഇത് ഉദാഹരണങ്ങളാണ്. ഈ രക്തം, സമ്പത്ത്, അഭിമാനം എന്ന് പറഞ്ഞത് ഉദാഹരണമായി പറഞ്ഞതാണ്. ഒരു മുസ്ലിമിന്റെ വേറെയും കാര്യങ്ങളുണ്ട് പവിത്രമായിട്ടുള്ളത്. എന്തൊക്കെയാണ്? ഒരാളുടെ മനസ്സിൽ തോന്നുന്ന വികാരങ്ങൾ പോലും, ഒരാളെ മാനസികമായി വിഷമിപ്പിക്കാൻ പോലും അനുവാദമില്ല. നമുക്കറിയാം, 3 ആളുകൾ കൂടി ഇരിക്കുമ്പോൾ 2 ആളുകൾ തമ്മിൽ സ്വകാര്യം പറയാൻ പാടില്ല. ഈ 3ാമത്തെ ആൾക്ക് വിഷമമുണ്ടാകും എന്നതുകൊണ്ട്. അതുപോലെ തന്നെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും യാത്ര പോകുമ്പോൾ ഉണ്ടായൊരു സംഭവം ഹദീസിൽ കാണാം. ഒരാൾ കിടന്നുറങ്ങുകയായിരുന്നു. അപ്പൊ അയാളുടെ അടുത്തൊരു കയറുണ്ട്. വേറെ 2 ആൾക്കാർ വന്നിട്ട് ഈ കയറ് എടുത്ത് വലിച്ചു. അങ്ങനെ ഇയാൾ പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഹില്ലു ലി മുസ്ലിമിൻ അൻ യുറവ്വിഅ മുസ്ലിമ. അവര് ഇയാളെ ഒന്ന് കളിപ്പിച്ചതാണ്, ഒന്ന് പേടിപ്പിച്ച് ചെറുതായിട്ട്. ആ ഒരു കയറ് എടുത്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമാണ്.
പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാ യഹില്ലു ലിമുസ്ലിമിൻ, ഒരു മുസ്ലിമിൻ അനുവദനീയമല്ല, ഹലാലല്ല, അൻ യുറവ്വിഅ മുസ്ലിമൻ, മറ്റൊരു മുസ്ലിമിനെ പേടിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ സർപ്രൈസ് ആക്കാൻ വേണ്ടിയിട്ട് ഒരാളെ ഞെട്ടിച്ചുകൊണ്ട് അവനെ കളിപ്പിക്കുക, അങ്ങനെ ഒരു ചെറിയ പേടി ഉണ്ടാക്കുന്നത് പോലും അനുവദനീയമല്ല ഒരു മുസ്ലിമിന്റെ. ഇതെല്ലാം മറ്റുള്ള മുസ്ലിമീങ്ങൾക്ക് ഹറാമാണ്. ഇത്തരം കാര്യങ്ങളാണ്, ഈ 10 കാര്യങ്ങളാണ് ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുന്നത്, പഠിപ്പിക്കുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. ഈ പറഞ്ഞ മോശമായ കാര്യങ്ങൾ, ഇതിൽ വിലക്കിയിട്ടുള്ള കാര്യങ്ങൾ, ഹസദ്, അതുപോലെ തന്നെ ഏതെങ്കിലും രൂപത്തിലുള്ള വഞ്ചന, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പരിപൂർണമായി ഉപേക്ഷിക്കാൻ നമ്മൾ ശ്രമിക്കുക. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച ഈ കാര്യം, കൂനു ഇബാദല്ലാഹി ഇഖ്വാന, പരസ്പരം സഹോദരങ്ങളെ പോലെ, ഒരേ കുടുംബത്തിൽ ജനിച്ച മക്കളെ പോലെ മറ്റെല്ലാ മുസ്ലിമീങ്ങളെയും കണ്ട് പെരുമാറുക. അങ്ങനെ ചെയ്താൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകും. നമ്മൾ എവിടെയാണോ ഇത് നടപ്പിലാക്കിയത് അവിടെ വളരെ മനോഹരമായ ബന്ധങ്ങളുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.